അടിസ്ഥാനത്തിൽ ആധ്യാത്മികത നമുക്കിടയിൽ അകന്നു നിൽക്കുന്ന സാഹചര്യങ്ങളുമുണ്ടായി. പുരുഷന ആരാധനയ്ക്ക് അധികാരിയായിട്ടും സ്ത്രീയെ അടുക്കളയിൽ ജോലിയെടുക്കുന്നവൾ മാത്രമായിട്ടും പരിഗണിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതെല്ലാം മാറി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ധാരാളം ആളുകൾ ആധ്യാത്മികതയുടെ ഭരണകൂടിയിലേക്ക് പടികോട്ടി കയറുന്ന സാഹചര്യം ഉണ്ടായി. പ്രധാനമായിട്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഭേദം നമുക്ക് ഇല്ലാതെയായി. ഇന്ന് നമ്മുടെ ഭാരതവർഷത്തെ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച മഹത്തായ സന്യാസിനി അമൃതാനന്ദ മയ്യ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജന്മമെടുത്ത് വിദ്യാഭ്യാസത്തിന്റെ പരമകാഷ്ഠയിൽ നിന്ന് എത്തിച്ചേരുവാനുള്ള സൗഭാഗ്യം ലഭിക്കാതെ പോയ ഒരു സാധാരണക്കാരിയായ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു വനിതാ രത്നം ഇന്ന് ലോകം മുഴുവനും ഭാരതത്തിന്റെ മഹനീയമായ ആധ്യാത്മിക സന്ദേശത്തെ പ്രചരിപ്പിക്കുക മാത്രമല്ല ലോകത്തിൽ ഹിന്ദുക്കളല്ലാത്ത ആളുകൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് ധാരാളം ശിക്ഷഗണങ്ങളെ സമ്പാദിക്കുകയും അവരെ കൊണ്ടൊക്കെ ഓം നമഃശിവായ എന്ന ഉരുവിടുകയും ചെയ്തു. നമ്മുടെയൊക്കെ വീടുകളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരും തന്നെ ഈശ്വരന്റെ നാമധേയത്തിൽ മറ്റാരെയും സ്വാഗതം ചെയ്യാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പരിവർത്തനത്തിന്റെ ഫലമായിട്ട് നാം ആരെ കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവരെ സംബോധന ചെയ്യുന്നതല്ലാതെ കണ്ട് നാം ആരും ഈശ്വരന്റെ നാമത്തിൽ സമൂഹത്തെ സംബോധന ചെയ്യുന്നവരല്ല. മറിച്ച് ജർമ്മനിയിൽ നിന്ന് വന്നിരിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള പെൺകുട്ടികൾ ആകാര സൗഷ്ഠവം കൊണ്ടും മുഖകമലങ്ങളിലെ സൗന്ദര്യം കൊണ്ടും ആരും ആകർഷിച്ചു പോകുന്ന പെൺകുട്ടികൾ കേരളീയരായ ഭാരതീയരായ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് കരങ്ങളും കൂട്ടിക്കൊണ്ട് നമഃശിവായ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നു. ഇറ്റലിയിൽ നിന്ന് വന്നിരിക്കുന്ന ക്രിസ്ത്യാനികളായ പെൺകുട്ടികൾ അവർ രണ്ട് കരങ്ങളും കൂട്ടി നമ്മളെ കണ്ട് ഓം നമഃശിവായ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു. ബ്രിട്ടനിൽ നിന്ന് വന്നിരിക്കുന്ന ക്രിസ്ത്യാനികളായ പെൺകുട്ടികൾ രണ്ട് കരങ്ങളും കൂട്ടി ഓം നമഃശിവായ എന്ന് പറഞ്ഞ് തന്നെ സ്വീകരിക്കുന്നു. ഈ മാറ്റം നമ്മുടെ ആധ്യാത്മികതയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. നിങ്ങളാരും കാണുന്നത് പോലെ ഹരിപ്പാട്ടും പള്ളിപ്പാട്ടും കേരളക്കരയിലും മാത്രമല്ല ഇന്ന് നമ്മുടെ ധർമ്മം സനാതന ധർമ്മം മുതങ്ങി നിൽക്കുന്നത്. വിശ്വവ്യാപിയായി ലോകം മുഴുവൻ ഈ ധർമ്മം മനുഷ്യവേദനയെ തൊട്ടുനിർത്തിക്കൊണ്ട് അവർക്കെല്ലാം സമാധാനത്തിന്റെ സന്ദേശം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ശാന്തിയുടെ സൂത്രവാക്യം ഉപദേശിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ. അതാണ് നമ്മുടെ ധർമ്മം, സനാതന ധർമ്മം. ആരാലും ഉണ്ടാക്കപ്പെടാത്ത, ആരാലും നശിപ്പിക്കപ്പെടാനാവാത്ത, ലോകാവസാനം എന്നാണോ അന്നോളം നിലനിൽക്കുന്ന ഒരു ധർമ്മമേ ഭൂമുഖത്തുള്ളൂ. അതാണ് സനാതന ധർമ്മം. അതുകൊണ്ടാണ് ഒരിക്കൽ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഈഴവ വിഭാഗത്തിലെ കുറച്ച് ആളുകൾ ചേർന്ന് വിഷണാവൈഭാഗത്തിലുള്ള ശ്രീനാരായണ ഗുരുദേവനോട് നമുക്ക് ഹിന്ദു മതത്തിൽ നിന്ന് ധാരാളം ആക്ഷേപങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാം ചേർന്ന് ഹിന്ദു മതം ഉപേക്ഷിക്കാം, എന്നിട്ട് വ്യത്യസ്തമായ മറ്റേതെങ്കിലും മതത്തിലേക്ക് ചേക്കേറാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഒരു അക്ഷരവും എതിർത്ത് പറഞ്ഞില്ല. കാരണം അദ്ദേഹം മഹാജ്ഞാനിയായിരുന്നു, അറിവിന്റെ ഉറവിടമായി. അങ്ങനെ പറഞ്ഞ് ആളുകളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇരുത്തിയിട്ട് ചോദിച്ചു, മതം മാറാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, നമ്മുടെയും അഭിപ്രായം അത് തന്നെയാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. ആകട്ടെ, ഏത് മതത്തിലേക്കാണ് നിങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു, നമുക്ക് ക്രിസ്തു മതത്തിലേക്ക് പോകാം.
അടുത്ത ആളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ബുദ്ധമതത്തിലേക്ക് പോകാം. ചിലർ പറഞ്ഞു നമുക്ക് ഇസ്ലാം മതത്തിലേക്ക് പോകാം. ചിലർ പറഞ്ഞു നമുക്ക് സിഖ് മതത്തിലേക്ക് പോകാം. എല്ലാവരുടെയും അഭിപ്രായം കേട്ടു കഴിഞ്ഞപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, നമുക്കും ഒരഭിപ്രായം പറയാമോ ഈ കാര്യത്തിൽ? അവിടുന്ന് പറഞ്ഞാട്ടെ എന്നത് കേട്ട് ശ്രീനാരായണ ഗുരുദേവൻ മുഴുന്നു. മതം മാറാൻ തന്നെ നാം തീരുമാനിച്ചിരിക്കുന്നു. നാം ഇനി മുതൽ ഹിന്ദുക്കളല്ല, മറിച്ച് നാം ഇനി മുതൽ സനാതന ധർമ്മികളാണ്. നമ്മുടെ ധർമ്മം ഇനി മുതൽ സനാതന ധർമ്മമാണ്. എത്ര ബുദ്ധിപരമായി ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ശിഷ്യഗണങ്ങളോട് സനാതന ധർമ്മം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, മനുഷ്യനാണ് മാറേണ്ടത്, മതമല്ല. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇവിടെ എവിടെയാണ് പ്രശ്നം? സനാതന ധർമ്മത്തിന്റെ പ്രശ്നമല്ല നമ്മളെ ഓരോരുത്തരെയും അലട്ടുന്നത്. സനാതന ധർമ്മത്തിന്റെ തകരാറല്ല നമ്മളെ ഓരോരുത്തരെയും അലട്ടുന്നത്. നമുക്ക് സനാതന ധർമ്മത്തെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാണ്. നാം ധർമ്മത്തെ കുറിച്ച് പഠിക്കുവാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല എന്നതാണ്. നമുക്കിന്നും മനസ്സിൽപ്പെട്ട് നോക്കിയാൽ നമ്മൾ ഇതിരിക്കുന്നവരിൽ ഒരു 70% ആളുകളെ എടുത്താലും നിങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മറിച്ച് അന്യർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണെന്ന് നമ്മുടെ രാജ്യത്തെ കേരളത്തിലെയൊക്കെ രാഷ്ട്രീയ സ്ഥിതി അതാണെന്ന്. സ്വന്തം നിലനിൽപ്പിനെ അപകടത്തിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുവാനായി കച്ചകെട്ടി ഇറങ്ങുന്നവരാണെന്നുള്ളത്. അങ്ങനെയാണെന്ന് മതേതരത്വം നമ്മുടെ എല്ലാം നാവിൻ തുണ്ടിൽ ഒരു വലിയ പാട്ട് പോലെ, ഗീത പോലെ വിടാൻ തുടങ്ങി. മതേതരത്വമാണെന്ന് നമ്മൾ ആരും ആഹ്വാനിച്ചാലും മതേതരത്വമാണ്. പക്ഷെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടല്ല. മതേതരത്വമുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മതത്തിൽ നിന്ന് വേർപെട്ടത് എന്നാണ്. മതവുമായി യാതൊരു ബന്ധവുമില്ല. ബി അസോസിയേറ്റഡ് വിത്ത് റിലീജിയസ് പ്രിൻസിപ്പൽസ്, നോട്ട് കൺസേൺഡ് വിത്ത് റിലീജിയൻ. അതാണ് മതേതരത്വം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് എല്ലാവരും ഇംഗ്ലീഷിലാണ് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മതവുമായി യാതൊരു ബന്ധവുമില്ലാത്തതിനെയാണ് മതേതരത്വം, മതത്തിൽ നിന്ന് വേർപെട്ടത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. മതത്തെ പൂർണ്ണമായും പീഡിപ്പിച്ചുകൊണ്ട്, മതങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കൊടുത്തുകൊണ്ട്, മതമില്ലാത്ത സനാതന ധർമ്മിക്ക് ആപത്തുകൾ വരുത്തിക്കൊണ്ട്, അവർക്ക് എല്ലാ സർവനാശങ്ങളും വിതച്ചുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കിക്കൊണ്ടാണ് ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് നമ്മുടെ താല്പര്യം എന്താ? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അജ്ഞത കൊണ്ട് സ്വന്തം ധർമ്മം എന്താണ് എന്ന് അറിയാൻ വയ്യാതെ പോയ ഒരു ജനപതിയാണ് സനാതന ധർമ്മികൾ. അവരുടെ മുന്നിൽ അവർക്ക് അവരവരെ കുറിച്ച് അറിയുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് കുറച്ചു കാലങ്ങളായി നമ്മുടെ യജ്ഞവേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. ഇവിടെ ശിവനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച്, ശിവൻ അങ്ങോട്ട് പോയത്, ശിവൻ ഇങ്ങോട്ട് വന്നത്, കൃഷ്ണൻ അങ്ങോട്ട് പോയത്, കൃഷ്ണൻ ഇങ്ങോട്ട് വന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചതാർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നല്ലാതെ ഇതിനകത്തോട് ഒറ്റ അക്ഷരം പോലും ആരും ഗ്രഹിച്ചിട്ടില്ല എന്നത് 101% പരമസത്യമാണ്. മനസ്സിലാകുന്ന ഭാഷയിൽ ഇനി പറഞ്ഞാലും അത് ശ്രദ്ധിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല എന്നത് അതിനേക്കാൾ പരമാർത്ഥമാണ്. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് എത്രയും വേഗത്തിൽ നമ്മുടേതായ കാര്യങ്ങൾ സാധിക്കണം. അതിന് ഈശ്വരനുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ചിലപ്പോഴൊക്കെ നമ്മുടെ കാര്യം സാധിക്കാതെ വരുമ്പോൾ ഈശ്വരനില്ല എന്നും നമ്മൾ പറയും. അങ്ങനെ നമ്മുടെ കാര്യം സാധിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ ഈശ്വര ഭജനം ചെയ്യുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ നമ്മെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഈശ്വര ഭജനം നമ്മൾ ആരും ചെയ്യുന്നില്ല. അതായത് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ജീവിക്കുകയാണ് എന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ജീവിക്കുകയാണ്. ജീവിതമെന്നും ജീവനം എന്നും രണ്ടവസ്ഥയുണ്ട് മനുഷ്യ ശരീരത്തിന്.
ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ യഥാർത്ഥമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമെന്നാണ്. ഈശ്വരനെ സാക്ഷാത്കരിക്കുക, റിയലൈസേഷൻ ഓഫ് ഗോഡ്. ഈശ്വരൻ ഉണ്ട് എന്നും ഒരു നാളിൽ ഈശ്വരനും ഞാനും ഒന്നാകുമെന്നും ഞങ്ങൾ രണ്ടും തമ്മിൽ യാതൊരു അന്തരവുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഒന്നായിത്തീരുമെന്നും എന്നുള്ള വിചാരത്തോടുകൂടി സ്വയം പ്രവർത്തിക്കുകയും ഒപ്പം തന്റെ സന്താന പരമ്പരകളെയും സഹകർമ്മിണിയെയും ആ ധാരയിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ഈശ്വരനായി തീരുവാനുള്ള, ഈശ്വരനുമായി ലയിച്ചു ചേരുവാനുള്ള ശ്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിനെയാണ് നാം ഹോം എന്ന് വിളിക്കുന്നത്. അതിനെയാണ്, അവിടെ കഴിയുന്നതിനെയാണ് ജീവിതം എന്ന് പറയുന്നത്. മറ്റൊരു പ്രവൃത്തിയുണ്ട്, ജീവനം എന്നാണ് അവർ പറയുക. ഉടനെ തന്നെ നമ്മുടെ വീടുകളിൽ വന്ന ഉദ്യോഗസ്ഥന്മാർ കണക്കെടുപ്പ് തുടങ്ങും. കണക്കെടുപ്പിനകത്ത് എത്ര സെന്റ് ഭൂമിയുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രതിമാസ വരുമാനം, എത്രയാണ് നിങ്ങളുടെ കൃഷിയിടം, എന്താണ് നിങ്ങളുടെ അടിസ്ഥാനപരമായ രോഗം, എന്നൊക്കെയുള്ള കണക്കുകൾ രേഖപ്പെടുത്തുന്ന സെൻസസ്. അത് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരോടും ചോദിക്കുന്നത് എന്താണ് ജീവനം എന്നാണ്. ഭർത്താവിന്റെ ജീവനം എന്താണ്, ഭർത്താവിന്റെ ജീവിതം എന്താണ് എന്നാരും ചോദിക്കില്ല. ജീവനം എന്താണ്, അർത്ഥം എന്താണ്? അയാൾക്ക് ഈ കുടുംബത്തെ നിലനിർത്തുവാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ അടുപ്പിക്കുവാൻ ഉള്ള ഔദ്യോഗികമായ പ്രവർത്തനത്തെയാണ് ജീവനം എന്ന് പറയുന്നത്. ജീവനം അത് ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ജീവിതം ആത്മാവിനെ അറിഞ്ഞ് ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഹൗസും ഹോമും രണ്ടാണ്. ഹോം എന്ന് പറയുന്നിടത്ത് ജീവിതം തുടിച്ചു നിൽക്കും. ആ വീട്ടിലാണ് അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ, അച്ഛന്റെ അമ്മ, അമ്മയുടെ അമ്മ എന്നൊക്കെ തുടങ്ങി എല്ലാവരും ചേർന്ന് ഈശ്വരീകമായ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമം നടത്തും. ഹൗസ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കും. അവിടെ നാം വാടക വാങ്ങിക്കാൻ ചെല്ലും, മറ്റാളുകളായിരിക്കും താമസിക്കുക. അവിടെ നമ്മുടെ ഹോം എന്നതിനെ വിളിക്കാറില്ല. അതുപോലെ ജീവനവും ഹൗസും ഹോമും പോലെ വ്യത്യസ്തമാണ്. ഇതിന്റെ എല്ലാം പരമമായ ലക്ഷ്യം മനുഷ്യനെ ഈശ്വരനാക്കുവാനുള്ള ശ്രമമാണ്. നമ്മളെല്ലാം എക്കാലവും ഇങ്ങനെ തന്നെ ജീവിച്ച് ഇങ്ങനെ തന്നെ മരിക്കണമെന്ന് മാത്രം നിർബന്ധം പിടിച്ച് കഴിയുന്നവരാണ്. ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചാണ്. ആ കഥയിൽ കൂടിയെല്ലാം കാര്യങ്ങൾ അവതരിപ്പിച്ചത് നിങ്ങൾ ഈശ്വരനാണ് എന്ന് തന്നെയാണ്. നിങ്ങൾ ഈശ്വരനാണെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ആരും ആ പരമസത്യത്തെ അംഗീകരിക്കുവാനോ ശ്രദ്ധിക്കുവാനോ തയ്യാറായില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ പരിപാടി ഉച്ചയ്ക്കൊന്ന് കഴിയണം. ഉച്ച കഴിയുമ്പോൾ പിന്നെ നമുക്ക് ക്ഷീണമാകും. ക്ഷീണം കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായാൽ നമുക്ക് ഉറങ്ങണം. പിന്നെ സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് അവിടം വരെ ഒന്ന് പോകണം. അങ്ങനെ ചെയ്താൽ മതി, അത് തന്നെ മതി. ഇപ്പോൾ തന്നെ 11:30 ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി. 12 മണി കയറിയെങ്കിൽ എന്നെയും കാലിൽ ആ കയറി വന്നിരിക്കുന്നു ഉള്ള സമയത്തിനൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ആയിരുന്നതാണ്. അയാളുടെ കച്ചേരി മുഴുവൻ കേട്ടിട്ടേ പോകാൻ പറ്റൂ. അതുവരെ ഇരിക്കണം. ഈ വക പ്രാക്ക് എത്ര ആളുകളുടെ ഇന്നുമാത്രം പ്രാക്കേറ്റ ശരീരമാണെന്നറിയില്ല. എത്ര കാലമായി, 10-40 വർഷമായിട്ട് ഉച്ചയാകുമ്പോഴേക്ക് യജ്ഞശാലയിൽ വന്ന് ഉച്ചഭക്ഷണം മുടക്കുന്ന മഹാഭാവിയാണ് ഞങ്ങളൊക്കെ.
അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പ്രാക്കെല്ലാം കൂടെ പിടിക്കുക എന്നുള്ളതല്ലാതെ കൊണ്ട് ഇങ്ങനെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ നടന്ന സംഭവങ്ങളുടെ അന്തരാർത്ഥം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു വിഗ്രഹം അത് ദോഷം കൊണ്ടുണ്ടാക്കിയ അവിടാണ് ശില കൊണ്ടുള്ള വിഗ്രഹം, ചോരാതിരിക്കാൻ ഓടൊക്കെ ഇട്ടൊരു കെട്ടിടം, പിന്നെ നടക്കുമ്പോൾ കാലിൽ മണ്ണ് വെക്കും എന്നത് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ജലിയൊന്നുമില്ല, അങ്ങനെയൊക്കെ കറങ്ങി നടക്കാം. ഇങ്ങനെയൊക്കെ അല്ലാതെ ക്ഷേത്രം എന്താണ്, ക്ഷേത്രം എന്തിനാണ്, ക്ഷേത്രം ഏതാണ്, ഇത് നമ്മൾ അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രനിത്യ അഭിധീയതേ. ഞാനെന്താ പറഞ്ഞത്? ഞാനെന്തെങ്കിലും പറഞ്ഞു? ആരാ പറഞ്ഞത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രനിത്യ അഭിധീയതേ എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭഗവാൻ കൃഷ്ണനാണ്. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാ, കുന്തിപുത്രനായ അർജുന, നിന്റെ ശരീരമുണ്ടല്ലോ ക്ഷേത്രം തന്നെയാണ്. ആ ക്ഷേത്രത്തിനുള്ളിൽ അധിവസിക്കുന്ന നിന്റെ ആത്മാവുണ്ടല്ലോ, ജീവൻ, അത് തന്നെയാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. നിന്റെ ശരീരത്തിന്റെ അകത്തളത്തിൽ അധിവസിക്കുന്ന ആത്മചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. നമ്മളെല്ലാവരും ഈ പരമസത്യത്തെ അറിയാതെ കൊണ്ട് ഉണ്ടിറങ്ങി ഔഷധങ്ങൾ കഴിച്ച് കഴിഞ്ഞു പോവുകയാണ്. ഈശ്വരൻ ഉണ്ടായിട്ടും ഈശ്വരനെ അറിയുന്നില്ല. ആധാരം ഉണ്ടായിട്ടും ആധാരമില്ലാത്തവരെ പോലെ നമ്മൾ അലയുകയാണ്. ആരോടെങ്കിലും ചോദിക്കുകയാണ്, ചേച്ചി എത്ര ആധാരമുണ്ട് ചേച്ചിക്ക്, ചേട്ടാ എത്ര ആധാരമുണ്ട് ചേട്ടന് എന്ന് ചോദിച്ചാൽ, എന്റെ മോനെ എനിക്ക് 2 ആധാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് എന്റെ ഭാര്യയുടെ അച്ഛൻ അവളുടെ പേരിൽ എഴുതി തന്ന ആധാരം, അവൾ പിന്നെ എന്റെ പേരിൽ എഴുതി തന്നു. പിന്നെ എന്റെ അച്ഛൻ കാലശേഷം എനിക്ക് എഴുതി തന്ന ഒരു ആധാരം. അങ്ങനെ 2 ആധാരമേ എന്റെ കയ്യിൽ ആകെ ഉള്ളൂ എന്നല്ലേ പറയാൻ നമുക്ക് ഇന്നും കഴിയുന്നുള്ളൂ. ഒറ്റ വായിൽ തന്നെ എത്ര ആധാരമുണ്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ എനിക്ക് 6 ആധാരമുണ്ട് എന്ന് പറയാൻ കഴിവുള്ള അറിവുള്ള എത്ര സനാതന ധർമ്മികളാണ് നമ്മുടെ യജ്ഞശാലകളിൽ വന്നു പോകാറുള്ളത്. അതല്ലേ വൈക്കപ്പനെ കുറിച്ചുള്ള പാട്ട് പാടുമ്പോൾ പടി 6 കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. വേറെ ഈ 6 പടിയില്ലേ? 6 പടിയിൽ കടന്നു ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ആ കവിത, ആ ഗാനം, ആ കീർത്തനം കേട്ടപ്പോൾ നമ്മൾ എത്ര പേർ ശ്രദ്ധിച്ചു കാണും. ഏതെല്ലാമാണ് ആ പടികളെന്ന് നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്കൊരു അവബോധം വേണ്ടേ? നമുക്കറിയാം, നമ്മുടെ വസ്തുവിന്റെ അതിരളെ അറിയാം, അവിടെ നടക്കുന്ന ഇട്ടിരിക്കുന്ന അളവ് കുറ്റികളൊക്കെ അറിയാം, നമ്മുടെ വീട്ടിലെ പാത്രങ്ങളെ കുറിച്ചറിയാം, നമ്മുടെ പശുക്കളെ കുറിച്ചറിയാം, നമ്മളുടെ മകളുടെ വീടറിയാം, ആ പോകുന്ന വഴി അറിയാം, ഒക്കെ അറിയാം. പക്ഷെ നമുക്ക് എന്താ അറിയാൻ വയ്യാതെ പോയത്? നമ്മളെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യാതെ. അതുകൊണ്ട് ആ ആധാരം കൊണ്ട് നടക്കുന്ന നമുക്ക് അതിലൊന്നാമത്തെ ആധാരം ഏതാണ്? എവിടെയാണ് ആധാരം കുടികൊള്ളുന്നത്? ആ ആധാരചക്രത്തിൽ ഇരിക്കുന്നതാരാണ് എന്നൊരു സാമാന്യജ്ഞാനം വേണ്ടേ? ഒന്നാം ആധാരത്തിൽ ഇരിക്കുന്ന ആരാണ്? നമ്മുടെ ഇരിക്കുന്ന ഒന്നാമത്തെ ആധാരത്തിൽ ആരാണ് അവിടെ കുടികൊള്ളുന്നത്? എവിടെയാണ് ആധാരം വെച്ചിരിക്കുന്നത്? ഏത് ലോക്കറിലാണ് വെച്ചിരിക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് ഇത്രയും കാലമായും തിരിച്ചറിവുണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ യജ്ഞങ്ങളൊക്കെയും വിഫലമായി പോകില്ല. അതുകൊണ്ട് ഞാനിവിടെ ശിവപുരാണത്തിൽ ശിവരിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സാമാന്യജ്ഞാനം വേണ്ടേ നമുക്ക്? നമ്മളെ കുറിച്ച്, എന്നെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ട് വേണ്ടേ ഞാൻ മറ്റൊരാളെ കുറിച്ച് അറിയുക. അങ്ങനെ 6 ആധാരം 6 വടികൾ കടന്നു ചെല്ലുമ്പോൾ ശിവനെ കാണാകുമെന്ന് പറഞ്ഞത് ശിവൻ എവിടെയാണ് ഇരിക്കുന്നെന്ന് നിങ്ങൾക്കറിയാൻ വയ്യാതെ പോകുന്നത് കാട്ടിത്തരുവാൻ വേണ്ടിയാണ്.
നമുക്ക് ആ പടികളൊന്ന് ചവിട്ടി നോക്കാം. അവിടെ ചെല്ലുമ്പോൾ എവിടെയാണ് ശിവയിരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ദിവസവും ഒരു കൃത്യം ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ തിലകം ചാർത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. അങ്ങനെ ഒന്നാമത്തെ ആധാരം നട്ടെല്ല് തീരുന്ന, നട്ടെല്ലിന്റെ മുകളിൽ നിന്ന് താഴത്തെ അഗ്രം വരെ എത്തുമ്പോൾ അതെവിടെ ചെന്ന് അവസാനിക്കുന്നു, അതിന് തൊട്ട് മുകളിലായിട്ട് മൂലാധാരം എന്ന പേരിൽ സ്ഥിതി ചെയ്യുകയാണ്. മൂലാധാരം എന്നാണ് ആ സ്ഥാനത്തിന്റെ പേര്. ആധാരം ഒന്ന് മൂലാധാരമാണ്. അവിടെ കുടികൊള്ളുന്നത് ഗണപതിയാണ്. മൂലാധാരസ്ഥിതനായിരിക്കുന്ന ദേവൻ ഗണപതിയാണ്. നമ്മളെപ്പോൾ ചന്ദ്രൻ പടഞ്ഞിരിക്കുന്നു, അപ്പോൾ ഗണപതി ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതാണ് കാരണം. ഗണപതി ആരുടെ ഏതിന്റെ അധിപനാണ്? ഗണപതി ഭൂമിയുടെ അധിപനാണ്. അതുകൊണ്ട് ഗണപതിക്ക് നക്ഷത്രമുണ്ടോ? ജന്മനക്ഷത്രം വല്ലതുമുണ്ടോ? തിരുവാതിര ശിവന്റെ നക്ഷത്രമാണ്, തിരുവോണം വിഷ്ണുവിന്റെ നക്ഷത്രമാണ്. അങ്ങനെ ഓരോ ദേവന്മാർക്കും രോഹിണി ബ്രഹ്മാവിന്റെ നക്ഷത്രമാണ്. പക്ഷെ ഗണപതിക്ക് ഏതെങ്കിലും നക്ഷത്രമുണ്ടോ? ജന്മനക്ഷത്രം ഒരു നക്ഷത്രമില്ല. എന്താ കാരണം? അദ്ദേഹം ഭൂമിയുടെ നാഥനാണ്. അതുകൊണ്ടാണ് ഭൂമിയിലെ മുഴുവൻ ജനങ്ങളും എന്തു ചെയ്യുവാൻ ആരംഭിച്ചാലും ഉടനെ നമശിവായ എന്നെ വിളിക്കുക, ഹരേ രാമൻ എന്നെ വിളിക്കുക, ഹരേ കൃഷ്ണൻ എന്നെ വിളിക്കുക, ഓം ഭഗവതി എന്നെ വിളിക്കുക, സുബ്രഹ്മണ്യായ നമൻ എന്ന് പറയുക. ആരും എന്തു കാര്യം ചെയ്യുവാൻ ശ്രമിച്ചാലും ഭൂവാസികളെല്ലാം ആദ്യമേ സ്മരിക്കുന്നത് ഗണപതിയാണ്. കാരണം ഗണപതി ഭൂമിയുടെ നാഥനാണ്. നമുക്ക് ഈ ഭൂമിക്കുള്ള ഈശ്വരൻ, ഭൂമിക്ക് വേണ്ടി നിലനിൽക്കുന്നവൻ, ജനങ്ങളുടെ അധിപതി. ജനമെന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം. ആ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ അധിനായകനായിരിക്കുന്നതുകൊണ്ടാണ് ഗണനായകൻ, ഗണപതി എന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഗണപതിക്ക് യാതൊരു നക്ഷത്രവുമില്ല. ഭൂമിയാണ് അദ്ദേഹത്തിന്റെ ജന്മനക്ഷത്രം. അവിടെ മൂലാധാരത്തിൽ ഗണപതിയാണ് ഇരിക്കുന്നത്. മൂലാധാരം, അതിന്റെ സ്വാധിഷ്ഠാനം, അതിന്റെ അടുത്ത് മണിപ്പൂരകം, അത് കഴിഞ്ഞാൽ അനാഹതം, അത് കഴിഞ്ഞ് വിശുദ്ധി കണ്ടത്തിൽ, അത് കഴിഞ്ഞ് ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിലാണ് ഞാൻ പൊട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊട്ടുകൊടുന്ന ഭാഗം ആജ്ഞാചക്രമാണ്. ഇവിടെയാണ് ആജ്ഞാചക്രം ഇരിക്കുന്നത്. ആ ആജ്ഞാചക്രത്തിന്റെ മുന്നിൽ സഹസ്രാര പത്മം, 1000 ഇതലോടുള്ള പത്മമായി സങ്കല്പിച്ചിരിക്കുകയാണ്. അവിടെയാണ് ആരിരിക്കുന്നത്? മഹാദേവൻ ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും താഴെയാരാണ്? പ്രാണന്റെ ഉറവിടമായിരിക്കുന്ന മൂലാധാരത്തിൽ ഇരിക്കുന്നത് ഗണപതിയാണ്. അവിടെ പ്രാണൻ 3.5 ചുറ്റായിട്ട് സർപ്പാകൃതിയിൽ പച്ച നിറത്തിൽ പെൺപാമ്പായി കുടികൊള്ളുന്നു എന്നാണ്. ഏതൊരു പുരുഷന്റെയും പ്രാണൻ അധിവസിക്കുന്നത് പെണ്ണിന്റെ രൂപത്തിലാണ്. പെൺപാമ്പായി പച്ച നിറത്തിൽ മൂലാധാരത്തിൽ പ്രാണൻ അധിവസിക്കുന്നു എന്നാണ്. ആ പ്രാണനെ യോഗികൾ പ്രാണായാമം കൊണ്ട് ഉയർത്തി 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 സഹസ്രാരപത്മത്തിലെത്തിച്ച് ശിവനുമായി ചേർക്കുകയാണ്. അപ്പോഴാണ് അവർ പരമാനന്ദം കൊള്ളുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഒരു കീർത്തനം എഴുതിയല്ലോ, അതുപാമ്പി ഇനം തേടു പാമ്പി അരുളാനന്ദ കൂത്തു കണ്ടാടുവാമ്പേ, തിങ്കളും പൊന്നയും ചൂടും ഈശൻ പദവങ്കരം ചേർന്നു നാടുവാമ്പേ, വെള്ളീവലിഞ്ഞു വിളങ്ങും തിരുവേണി കണ്ണീരൊഴുക്ക കണ്ടാടുവാമ്പേ. എത്ര വ്യക്തമായി ആ കീർത്തനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ആരാണ്? വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി. പിന്നീറണിഞ്ഞ് അതായത് ചാരം പൂശി നിൽക്കുന്ന തിരുമേനിയായിരിക്കുന്ന ഈശ്വരൻ എവിടെയാണോ അദ്ദേഹം നിന്റെ ആട്ടം കണ്ട ഈ ആനന്ദ നൃത്തം കണ്ട് കണ്ണീരൊഴുക്കണം. ആ രീതിയിൽ പ്രാണനോട് മൂലാധാരത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് സഹസ്രാര പത്മത്തിലേക്ക് വരണം, ആനന്ദം അനുഭവിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. യോഗികളെല്ലാം അവരുടെ പ്രാണായാമ പ്രക്രിയയിൽ കൂടി ഈ ആനന്ദമാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്.
അതിൽ രണ്ട് സമാധികളുണ്ട്. ഒന്ന് നിർവികൽപ്പ സമാധി, ഒന്ന് യോഗ സമാധി. നമ്മുടെ ക്ഷേത്രങ്ങളിലെ എല്ലാം ദേവതമാരെയും ദേവന്മാരെയും ഇരുത്തിയിരിക്കുന്നത് യോഗ സമാധിയിലാണ്. മറിച്ച് സന്യാസിമാർ അവരെന്നാണോ ഈ പ്രപഞ്ചത്തോട് യാത്ര പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അവർ ഉൾക്കൊള്ളുന്ന സമാധി നിർവികൽപ്പ സമാധിയാണ്. പിന്നെ അതിൽ നിന്ന് ഒരിക്കലും ഉണർവില്ല, അവരിതിൽ നിന്നും തിരികെ വരികയില്ല. അത് നിർവികൽപ്പ സമാധി. അപ്പം ഇങ്ങനെയുള്ള ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാണ്, എന്താണ് എന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി പുരാണം കഥാരൂപത്തിൽ തിരിച്ചിട്ട്, ഇതിൽ പറയുന്ന കഥകളെല്ലാം സത്യമാണെന്ന് ആരും ധരിക്കണ്ട. ആ കഥകളൊക്കെ മനുഷ്യനെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി രസകരമായി എഴുതിച്ചേർത്തിരിക്കുന്ന ചമൽക്കാരാത്മകമായ രചനകളാണ്. അതായത് കുട്ടികൾക്ക് ഏത് ഔഷധം കൊടുത്താലും അതിൽ മധുരമില്ലെങ്കിൽ കുട്ടികൾ കഴിയില്ല. അതുപോലെ സാമാന്യ ജനത്തിന് ഈശ്വര തത്വം മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള രസകരങ്ങളായ കുറച്ച് കഥകളില്ലാതെ കണ്ട് അവരത് കേൾക്കുവാൻ തയ്യാറാവുകയില്ല, വായിക്കാനും തയ്യാറാകുകയില്ല. അതുകൊണ്ട് സാമാന്യ ജനത്തിന് വായനാരസത്തിന് വേണ്ടി കഥകൾ ഒരുപാട് വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ട് എന്നല്ലാതെ ഇതിൽ പറയുന്ന കഥകളിൽ ബഹുഭൂരിപക്ഷവും കഥകൾ മാത്രമാണ്. ഇതെല്ലാം ആകത്തുക എന്ന് പറയുന്ന പരബ്രഹ്മ തത്വമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ, ഈ കൂട്ടത്തിൽ അഹങ്കാരി എന്ന് ആരെങ്കിലും വിളിക്കാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? മക്കളെ വിളിച്ചിട്ടില്ലേ? മരുമക്കളെ ചിലപ്പോൾ സൗകര്യം പോലെ ശബ്ദം കുറച്ചാണെങ്കിലും വിളിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ അയൽവക്കത്തെ ദാസപ്പന്റെ മകനെ കയറി വിളിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇഷ്ടമില്ലാതെ പെരുമാറിയവനെ കയറി വിളിച്ചിട്ടില്ലേ? ഓട്ടോറിക്ഷക്കാരൻ കൂടുതൽ കാശ് വാങ്ങിച്ചപ്പോൾ അവനെ കയറി വിളിച്ചിട്ടില്ലേ? അഹങ്കാരി അഹങ്കാരി എന്ന് വിളിക്കാത്ത എത്ര പേര് ഇതിനകത്തുണ്ടാവും? ഇതിന്റെ അർത്ഥം നിങ്ങളെല്ലാം വേദാന്തത്തിന്റെ മറുകര കണ്ടവരാണ് എന്നാണ്. ആരും മോശക്കാരല്ല, എല്ലാവരും മഹാജ്ഞാനത്തിന്റെ അടികടന്ന് അതിന്റെ പരമകാഷ്ഠയിൽ എത്തിയവരാണ് എന്നാണ്. അഹങ്കാരി എന്ന് വിളിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം ജ്ഞാനികൾ തന്നെയാണ്, മഹാജ്ഞാനികൾ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം തെറ്റുപറ്റിപ്പോയി. അഹങ്കാരി എന്ന് വിളിച്ചതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ അതിന്റെ വിപരീത പദം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിന്റെ വിപരീത പദം മനസ്സിലാകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ധന്യമാകുന്നത്. അവിടെയാണ് നിങ്ങൾ പൂർണ്ണതയിലെത്തുന്നത്. അതുകം കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം സാധ്യമായിരിക്കുകയാണ്. അഹങ്കാരി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവനൽപ്പം മോശക്കാരൻ, കൊല്ലുകാലാത്തവൻ, അതുപോലെ തന്നെ ധിക്കാരത്തോടെ സംസാരിക്കുന്നവൻ, മര്യാദയില്ലാതെ വർത്താനം പറയുന്നവൻ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചപ്പോഴും അതിന്റെ പദാനുപദമായിട്ടുള്ള അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ടല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അഹം കാരം. അഹമെന്ന് പറഞ്ഞാൽ ഞാനാണ്, ഞാൻ കാരമെന്ന് പറഞ്ഞാൽ ശരീരമാണ്. ഞാൻ ശരീരമാണ് എന്ന് നടിച്ച് നടക്കുന്നവൻ, എന്ന് നിലച്ച് നടക്കുന്നവൻ, അങ്ങനെയാണല്ലോ അഹങ്കാരി എന്ന് പറഞ്ഞത്. നീ അഹങ്കാരിയാണ്, നീ ശരീരമാണ് എന്ന് വിചാരിച്ചാണ് നീ നടക്കുന്നത്. പിന്നെന്തെന്നാണ് ഞാൻ ശരീരമല്ല, പിന്നെന്തെന്ന്? അവിടേക്കുള്ള അന്വേഷണമാണ് നാം ഈ കുട്ടിയിരുന്ന് കേൾക്കുന്ന പുരാണങ്ങളും നമ്മുടെ ഇതിഹാസങ്ങളും വേദങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ അവിടേക്കുള്ള അന്വേഷണമാണ്. പിന്നെ ആരാണ് അഹങ്കാരി? അല്ല, ഞാൻ ശരീരമാണ് എന്ന് ധരിച്ചിരിക്കുന്നവനെയാണ് അഹങ്കാരി എന്ന് വിളിക്കുന്നത്. മക്കളെ വിളിക്കുക, അഹങ്കാരി ഇങ്ങോട്ട് വന്നേ, നീ ശരീരമാണ് എന്ന് ധരിച്ച് വിചാരിച്ചിരിക്കുകയാണ്. എന്നാൽ അമ്മ പറഞ്ഞു കൊടുക്കണ്ടേ, നീ പിന്നെ എന്താണ് വിചാരിക്കേണ്ടത്, നീ എന്താണ് ധരിച്ച് നടക്കേണ്ടത്, നീ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് അമ്മ പറഞ്ഞു കൊടുക്കണ്ടേ? അമ്മയെ അഹങ്കാരിയ കാര്യം. അമ്മമ്മ കയറി അമ്മയെ വിളിക്കുന്ന അഹങ്കാരിന്ന.
അച്ഛൻ അമ്മയെ കയറി വിളിക്കുന്നു അഹങ്കാരിന്ന്, അച്ഛനെ കയറി അമ്മൂമ്മ വിളിക്കുന്നു അഹങ്കാരിന്ന്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഹങ്കാരി എന്ന് പറഞ്ഞതല്ലാതെ കൊണ്ട് അഹങ്കാരി എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്, എന്താണ് അങ്ങനെ വിളിക്കാനുള്ള കാരണമെന്ന് നമ്മൾ ആഴത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചാൽ അതെന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യജ്ഞം വേണ്ട, പിന്നെ നിങ്ങൾക്ക് ഭജന വേണ്ട, പിന്നെ നിങ്ങൾക്ക് ക്ഷേത്രം വേണ്ട, പിന്നെ നിങ്ങൾക്ക് ഒരു പുസ്തകവും വേണ്ട, ചന്ദനക്കുറി വേണ്ട, ഭസ്മക്കുറി വേണ്ട. നിങ്ങൾ പൂർണ്ണതയിൽ ഈശ്വരനായി കഴിഞ്ഞു. അതിലേക്കുള്ള പ്രയാണമാണ്. അതിലേക്ക് നിങ്ങളെ മന്ദം നടത്തി കുട്ടിയുടെ കൈപിടിച്ച് നടത്തി പള്ളിക്കൂട തിണ്ണയിലെത്തിച്ച് അവനെ 1-ാം ക്ലാസ്സിൽ നിന്ന് 5-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിലെത്തിച്ച് യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിനു ശേഷം സ്പെഷ്യൽ ക്ലാസുകളിൽ കൂടി വലിയ വിദ്യാഭ്യാസങ്ങളൊക്കെ കൊടുത്ത് അവനെ ഡോക്ടറേറ്റ് എടുപ്പിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവനെ IAS കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വിദ്യാഭ്യാസമൊന്നുമില്ല, പിന്നെ കാരണം അതിന് ഇന്ത്യയുടെ എല്ലാ ഭരണവും നിർവഹിക്കാൻ പ്രാപ്തനായി. ആ നിലയിലേക്ക് കൈ പിടിച്ചു നടത്തിക്കൊണ്ട് പോകുകയാണ് യജ്ഞവേദിയിൽ ഇരുന്ന് കുറച്ച് ആളുകൾ. അപ്പോൾ അഹങ്കാരത്തിന്റെ വിപരീത പദം അഹങ്കാരം, ഞാൻ ശരീരമാണ് എന്ന് ധരിക്കുകയാണ്. നേരെ അതിന്റെ വിപരീത പദം ഒന്നുണ്ട്. അതാണ് ഛാന്ദോക്യ ഉപനിഷത്തിൽ കൂടി പറഞ്ഞത്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ശരീരമല്ല, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമാണ് എന്നാണ്. നിങ്ങളെല്ലാവരും ദൈവവിശ്വാസികൾ എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. ഞാൻ പറഞ്ഞാൽ പറയും ഞാൻ ദൈവവിശ്വാസിയല്ല, നിങ്ങൾ പറയും നിങ്ങൾ ദൈവവിശ്വാസിയാണ്. ഞാൻ നേരെ വിരുദ്ധമായി പറയും ദൈവവിശ്വാസിയല്ല. അപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ കയറി വന്നിരിക്കുന്ന ഇവിടെ ഈ വേഷഭൂഷകളൊക്കെ ആയിട്ട് എന്തിനാ ഞങ്ങളെ പറ്റിക്കാന്നുള്ളതല്ലേ? നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ അർത്ഥമറിഞ്ഞ് ചിന്തിക്കുന്നു, നിങ്ങൾ അർത്ഥരഹിതമായി ചിന്തിക്കുന്നു, അത്രമാത്രമേ. അതായത് ദൈവം എന്ന് നമ്മളെല്ലാവരും പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും ഒന്നല്ല, രണ്ടല്ല. നമുക്ക് എത്ര ദൈവങ്ങളാണുള്ളത്? അതല്ല പറഞ്ഞ് നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്നത്. 33 കോടി ദൈവങ്ങളെ വെച്ചുകൊണ്ട് നടക്കുന്ന മഹാഭാവികൾ, വിവരദോഷികൾ. ഞങ്ങൾക്കോ ഒറ്റ ദൈവമേ ഉള്ളൂ. ഞങ്ങൾക്ക് അവർ പറയുന്നതാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വിട്ടുകഴിയുമ്പോൾ അവർ ചോദിക്കും, അന്നമ്മ ചോദിക്കും പൊന്നമ്മയോട്, നിങ്ങൾക്ക് എത്ര ദൈവ? 33 കോടി ദൈവമായിരുന്നു. ഞങ്ങൾക്കൊരൊറ്റ ദൈവം, ഭർത്താവ് മാത്രം. ഇതൊക്കെ ഞെട്ടിത്തിരിച്ചിട്ട് അതിന്റെ വഴിയെ പോവുകയാണ്. എന്നാൽ യഥാർത്ഥം അറിയുന്നുണ്ടോ? ഈ നമുക്ക് 33 കോടി ദൈവങ്ങളെ ഉള്ളൂ. ഈ 33 കോടി ദൈവങ്ങളെയും നയിക്കുന്നത് ഒരു ശക്തി മാത്രമാണ്. ആ ശക്തി ആരാണ്? ഈശ്വരനാണ്. അപ്പൊ നിങ്ങൾ ഈശ്വരൻ രണ്ടെണ്ണമെന്നാണ് ഇപ്പൊ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇത്രയും നാളും ഞങ്ങൾ ഒരുമിച്ച് എന്റെ ദൈവമേ എന്ന് പറഞ്ഞാണല്ലോ ജീവിച്ചത്. ഒരു കുഴപ്പമില്ല. 33 കോടി ദൈവങ്ങൾക്ക് ഒറ്റ ദൈവം, ഒരീശ്വരനെ നമുക്കുള്ളൂ. ഒറ്റ ഈശ്വരനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈശ്വരനെ വിശ്വസിക്കണം. എന്താണ് കാരണം? ഈശ്വരൻ അദൃശ്യനാണ്, ഈശ്വരൻ അരൂപനാണ്. ഈശ്വരനെ നമുക്ക് സ്പർശിക്കുവാൻ പറ്റില്ല, ഈശ്വരനെ നമുക്ക് ദർശിക്കുവാൻ പറ്റുകയില്ല. ഈശ്വരൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും താങ്ങും തണലുമായി നിൽക്കുന്ന മഹാചൈതന്യം മാത്രമാണ്. ആ ചൈതന്യത്തിന്റെ തണലിലാണ് 33 കോടി ദൈവങ്ങളും നിലനിൽക്കുന്നത്. 33 കോടി ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം? ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ദിവ്യമായത് എന്നാണ്. ദിവ്യമായതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് എന്റെ അച്ഛനെ ദൈവം എന്ന് വിളിച്ചുകൂടെ? മാതാ, പിതാ, ഗുരു ദൈവം. എനിക്കെന്റെ അച്ഛൻ ദൈവമാണ്. അതുകൊണ്ടല്ലേ അച്ഛ എന്ന് ഞാൻ വിളിച്ചത്. അച്ഛൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രേഷ്ഠനെന്നാണ്.
അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠമെന്നാണ്. അപ്പൊ എനിക്ക് എന്റെ അച്ഛൻ ദൈവമായതുകൊണ്ടല്ല ഞാൻ എന്റെ അച്ഛ എന്ന് വിളിക്കുന്നത്. അച്ഛനെ നമസ്കാരം ചെയ്ത് ജീവിതം മുഴുവൻ കഴിയുന്നവര് ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അമ്മയെ പാദനമസ്കാരം ചെയ്ത് അമ്മയുടെ എല്ലാ ക്ഷേമവും അനുഷ്ഠിക്കുന്ന പുത്രനും പുത്രിയും ദൈവാരാധനയാണ് നടത്തുന്നത്. ദൈവമാണ് ഗുരു. ദൈവമല്ലേ? ഗുരുവില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാകുമോ? ഗുരുവല്ലേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ വേണ്ടി തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന ഗുരു ദൈവമല്ലേ? നിങ്ങൾക്ക് 3 ദൈവത്തെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലും നാട്ടിലുമായിട്ട് കിട്ടിയില്ലേ? ഇനിയും നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ ജനിക്കുവാനും ജീവിക്കുവാനും മരിക്കുവാനും നിങ്ങൾക്ക് അവസരം തന്ന ഈ ഭൂമി നമുക്ക് ദൈവമല്ലേ? ഭൂമി ദേവിയെന്നല്ലേ വിളിക്കുന്നത്? ദേവനും ദേവിയുമാകുമ്പോൾ ഭൂമിയെ വിളിക്കുന്നത് ദേവിയെന്നല്ലേ? അത് ഒരു ദൈവത്തെ കൂടെ കണ്ടോ നിങ്ങളിപ്പോൾ? അത് കഴിഞ്ഞാൽ നിങ്ങൾ കിന്നി കാണുന്ന പ്രകാശം മുഴുവൻ പരത്തി തരിക മാത്രമല്ല, ജീവജാലകൾക്ക് മുഴുവൻ വർണ്ണം കൊടുക്കുന്ന ഊർജത്തിന്റെ ഉറവിടമായിരിക്കുന്ന സൂര്യൻ ആദിത്യ ഭഗവാൻ. ദൈവമല്ലേ? സൂര്യ ഭഗവാനും തന്നെ വിളിക്കുക, ആദിത്യ ഭഗവാനും തന്നെ വിളിക്കുക. ഒരു നിമിഷം വായു നിലച്ചു പോയാൽ, ഓക്സിജൻ കിട്ടാതെ പോയാൽ തികഞ്ഞു മരിക്കുന്നത്ര നിസ്സാരമായ മനുഷ്യ ജീവിതത്തിൽ 24 മണിക്കൂറും 365 ദിവസവും സ്വതന്ത്രമായി കാലവായുവിനെ ഒഴുക്കി പ്രപഞ്ചത്തെ മുഴുവൻ സഹായിക്കുന്ന വായു ഭഗവാനല്ലേ നമുക്ക്? വായു ഭഗവാനെന്നല്ലേ വിളിക്കുക? ദൈവമല്ലേ? അത് കഴിഞ്ഞാൽ ഒരു വെള്ളം കിട്ടാതെ വരളുമ്പോൾ ആ വെള്ളം കൊണ്ട് സംതൃപ്തമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന വരുണം ജലം നമുക്ക് ദൈവമല്ലേ? അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്, സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി വർത്തിക്കുന്ന 365 പരം ഘടകങ്ങളെയാണ് നാം ദൈവം എന്ന് വിളിക്കുന്നത്. ആ ശക്തികളെ ഒഴിഞ്ഞു നിന്നാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് സർപ്പം ദൈവമാണല്ലേ? പോയി തന്നെ 14-ാം തീയതി 12-ാം തീയതി മണ്ണാർശാലയിലേക്ക് കെട്ടിക്കോട്ട് പോയി എല്ലാവരുടെയും വീടിന്റെ കന്യാമൂലയിൽ സർപ്പത്തെ വെച്ച് ആരാധിക്കുകയാണ്. എന്തൊരു ഭ്രാന്തായി കാണിക്കുന്നതെന്നല്ലേ മറ്റുള്ളവർ ചോദിക്കുക. സർപ്പത്തെ കണ്ടാൽ അപ്പഴേ തല്ലിക്കൊല്ലണമെന്ന് ഒരു വിഭാഗം മതക്കാർ പറയുമ്പോൾ സർപ്പത്തെ കണ്ടാൽ അപ്പഴേ നമ്മൾ മഞ്ഞളും ഉപ്പും കൊടുത്ത് സഹായിക്കണമെന്ന് പറയുന്നു. രണ്ട് വൈരുദ്ധ്യങ്ങൾ. ഞാൻ സർപ്പത്തിലുള്ള പ്രത്യേകത, സർപ്പമാണ് യഥാർത്ഥത്തിൽ മുമ്പ് നമ്മൾ കേട്ടില്ല, മൂലാധാരത്തിൽ നിന്നും ഉയർന്നെഴുന്നേറ്റ് സഹസ്രാരകൽപ്പത്തിൽ നിന്ന് പരമാനന്ദം കൊണ്ട പ്രാണന്റെ അവസ്ഥയെ പറ്റി കേട്ടില്ലേ? ആടുകാമ്പേ പാമ്പെന്നല്ലേ പറഞ്ഞു. ആടുകാമ്പ് പുനം തേടുകാമ്പെന്നല്ലേ പറഞ്ഞു. അപ്പൊ എന്താണ്? പാമ്പിന്റെ ആകൃതിയാണെന്നും സൂചിപ്പിച്ചല്ലോ. പ്രാണന്റെ അവസ്ഥ പാമ്പിന്റെ ആകൃതിയാണെന്നും സൂചിപ്പിച്ചല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ പാമ്പിനെ കണ്ടാൽ കലമാത്രയിൽ തന്നെ കൊല്ലണം, റപ്പിച്ചിരിക്കണമെന്ന് കൽപ്പിക്കുന്ന മതം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വേറെ നാം അതിനെ ആരാധിച്ച് പാലും കൊടുത്ത്, ഊറുംപാലും തന്നെ കൊടുക്കുന്നു, പാലും കൊടുത്ത്, അണിനീര് കൊടുത്ത്, മഞ്ഞൾ കൊടുത്ത്, അരിപ്പൊടി കൊടുത്ത് എത്ര പരമാനന്ദത്തോടുകൂടി യാത്രയാക്കുന്നു, അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു. കാരണം പ്രാണനാണ് നമുക്ക് സർപ്പം. മൂലാധാരത്തിൽ പ്രാണന്റെ ആകൃതിയിലാണ് കിടക്കുന്നത്. വൈദ്യശാസ്ത്രത്തിൽ കേൾക്കുന്ന അണ്ഡവും ബീജവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. അണ്ഡവും ബീജവും വൈദ്യശാസ്ത്രം വേർതിരിക്കത്തില്ലേ? അത് ബീജത്തിന്റെ ആകൃതി എന്താണ്? സർപ്പാകൃതിയല്ലേ? അപ്പോ സർപ്പത്തെ നാം ആരാധിക്കുന്നത് പ്രാണന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി, സന്താനങ്ങളുടെ ഉത്പാദനത്തിന് വേണ്ടി സഹായിക്കുന്ന ദൈവികമായ ശക്തിയായിട്ടാണ്. കേൾക്കുന്നു. നമ്മുടെ പാമ്പിൻ വിഷത്തിൽ നിന്ന് സന്താനങ്ങളില്ലാതെ പോകുന്നവർക്ക് സന്താനങ്ങളെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പാമ്പിന്റെ വിഷത്തിൽ നിന്നാണ് എന്നാണ്.
അത്രമാത്രം നമ്മുടെ മനുഷ്യവംശത്തെ നിലനിർത്തുവാൻ വേണ്ടി ആ ജീവികൾ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാണന്റെ രൂപം കൂടി ആയതുകൊണ്ട് സർപ്പത്തെ നമ്മൾ ദൈവം ദിവ്യമായതായിട്ടാണ് കാണുന്നത്. സ്വന്തം കാവിലെ സർപ്പങ്ങളാരെയും കടിച്ചിരിയായിട്ടും ആരും കടിച്ചിട്ടില്ല. മണ്ണാറശാലയിലെ നാഗങ്ങൾ അവിടെ കിടന്നുറങ്ങുന്നവരെ ആരെയും കടിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ തിരിച്ചറിവ് എത്ര വലുതാണ്. അതിനാണോ ബോധം, നമുക്കാണോ ബോധം എന്ന് ആലോചിച്ചാൽ നമ്മളെക്കാൾ ബോധം അവർക്കാണ്. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ദിവ്യങ്ങളായിട്ടുള്ള ആൽവൃക്ഷം നമുക്ക് ദൈവമാണ്. ഞാൻ ഈ പറഞ്ഞു വരും ദൈവവും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസമാണ്. ആൽവൃക്ഷം നമുക്ക് ദൈവമാണ്. എത്രയാണ് നമുക്ക് പ്രദക്ഷിണങ്ങൾ ഏറ്റവും കൂടിയ പ്രദക്ഷിണം 7 ഏകം വിനായകെ 1 ഗണപതിക്ക്, സൂര്യൻ 2, ശ്രീ ശങ്കര് ശിവന് 3, ചക്വാരി ദേവിയ വിഷ്ണു ദേവിക്കും വിഷ്ണുവിനും 4, സപ്താശ്വത്ഥ പ്രദക്ഷിണമെന്നാണ്. അറിയാനിൽ എത്ര പ്രാവശ്യമാണ് പ്രദക്ഷിണം? 1 പ്രാവശ്യമാണ്. നാം അറിയാനിൽ 1 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാണോ ക്ഷേത്രത്തിൽ നിന്ന് പോകുമ്പോഴാണോ അറിയാനിൽ പ്രദക്ഷിണം ചെയ്യേണ്ടത്? ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ. എന്താണ് കാരണം? അരയാലിൽ നിന്ന് എപ്പോഴും ഉൽപ്പന്നമായിക്കൊണ്ടിരിക്കുന്നത്, അരയാല് എല്ലാ സമയവും ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാണവായുവിനെ 24 മണിക്കൂറും ഇടതടവില്ലാതെ കണ്ട് പ്രാണവായുവിനെ ഉത്പാദിപ്പിക്കുന്ന ഒരു വൃക്ഷം അരയാൽ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ രാത്രിയിൽ ഓക്സിജനെ ഡിസ്ചാർജ് ചെയ്യും, കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യും. പകല് ഓക്സിജനെ ഡിസ്ചാർജ് ചെയ്യും, കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ വൃക്ഷങ്ങളുണ്ട്. പക്ഷെ അരയാൽ 24 മണിക്കൂറും ഓക്സിജനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃക്ഷമാണ്. അതുകൊണ്ട് മൂലക ബ്രഹ്മരൂപായ മധ്യക ശിവരൂപിനെ മൂലക ബ്രഹ്മരൂപായ മധ്യക വിഷ്ണുരൂപിനെ അഗ്രഹ ശിവരൂപായ വൃക്ഷരാജായ നമ. ഞാൻ നമസ്കരിക്കുമ്പോൾ 3 ദേവന്മാരെ ത്രിമൂർത്തികളെ അത് സങ്കല്പിച്ചുകൊണ്ടായിരിക്കണമെന്ന് നമ്മുടെ സിദ്ധാന്തങ്ങൾ കേൾപ്പിക്കുകയാണ്. അത് നമുക്ക് എന്താണ് നിയമമല്ലേ? അറിയാലിനെ നാം അങ്ങനെയല്ലേ ആരാധിക്കുന്ന? അറിയാലിന്റെ ചോട്ടിൽ പോയി ഉപദ്രവിക്കുന്നവരാരെങ്കിലും ഉത്സവപ്പറമ്പിൽ കിടന്നു പറഞ്ഞാൽ അതാരും ചെയ്യാറില്ല. തുളസി വൃന്ദ നമുക്ക് ജീവനല്ലേ. വൃന്ദാവനം ഞാൻ ഇങ്ങനെ വൃന്ദാവനത്തിന് പോയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മുഴുവൻ തീർത്ഥാടനങ്ങളിലായിരുന്നു. അതായത് വൃന്ദാവനം, ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനമായ മഥുരാപുരി, മഥുരയിലെ ക്ഷേത്രം, കാരാഗ്രഹം, അതുപോലെ തന്നെ ഋഷികേശം, ഹരിദ്വാർ, അയോധ്യ, ഇങ്ങനെയെല്ലാമായി കഴിഞ്ഞ 1 മാസം ഞാൻ യാത്രയിലായിരുന്നു. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. വൃന്ദാവനത്തിലെത്തിയാലും അതുപോലെ തന്നെ മധുരയിലെത്തിയാലും അങ്ങനെല്ലാം നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം രാധേ രാധേ രാധേ. കൃഷ്ണ കൃഷ്ണ ഒരാളും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാറില്ല. രാധേ രാധ എന്ന് അല്ലേറെ വിളിക്കുകയാണ്. ആർക്കാണ് അവിടെ പ്രാധാന്യം? കൃഷ്ണനാണോ രാധയ്ക്കാണോ? രാധ വെറും ഒരു കൂട്ടുകാരൻ മാത്രമാണ്. കൃഷ്ണന്റെ ഒരു പ്രേമപാചകം മാത്രം. രാധയ്ക്കുണ്ടായ സൗഭാഗ്യം ആലോചിച്ച് 80,000 ലക്ഷക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്ന് വിളിക്കുന്ന രാധേ രാധേ രാധേ. അങ്ങനെ ഒരു സുഹൃത്ത് മാത്രമായി. അതിന്റെ അർത്ഥം ഭഗവാന് എപ്പോഴും തന്റെ ഭക്തരോടായിരുന്നു പ്രേമം. ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ ഞാൻ പറഞ്ഞാൽ അനവധി ആൾക്കാരും ഭൂമിയിൽ 33 കോടി ദൈവങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോ അവതരിപ്പിച്ചു തരണം. നിങ്ങളിങ്ങനെ ഓരോന്നോരായിട്ട് നിങ്ങൾ എടുത്തു നോക്ക്. നമുക്ക് വൃക്ഷകം ദൈവത്തെ പോലെയല്ലേ നന്ദി. ഭഗവാന്റെ വാഹനമായിരിക്കും നന്ദിയെ നമ്മൾ കാളയായി സങ്കല്പിച്ച് ദിവ്യമായി കാണുന്നു. ഗരുഡനെ നമ്മൾ ദിവ്യമായി കാണുന്നു. മയിലിനെ നമ്മൾ ദിവ്യമായി കാണുന്നു. എന്തിന്? കൊച്ചു ചുണ്ടലിയുണ്ടല്ലോ മൂഷികൻ, അവനെയും നമ്മൾ ദിവ്യമായി കാണുന്നു. കാരണം ഇത് ഗണപതിയുടെ വാഹനമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന ഗണപതിയുടെ വാഹനം എന്ന് പറയുന്ന കുണ്ടലിയും എരിയുണ്ടല്ലോ. എലി അങ്ങനെ എലിയെ സാങ്കല്പികമായി കരുതിയിരിക്കുന്നത് മാത്രമേ. ഇതിന്റെ എല്ലാം പിന്നിൽ കഥകളുണ്ട്.
അതായത് ദേവലോകത്ത് യജ്ഞങ്ങളുടെ മുഴുവൻ യജ്ഞങ്ങൾക്ക് മുഴുവൻ ഹവിസ്യ മുഴുവൻ ഏറ്റുവാങ്ങുവാനുള്ള അവകാശം അഗ്നിക്കാണ്. അപ്പൊ ഒരിക്കൽ ദേവന്മാരും അഗ്നിയും തമ്മിൽ അല്പം നീരസമുണ്ടായി. അഗ്നി ദേവന്മാരോട് കലഹിച്ച് പിണങ്ങിപ്പോയി. അങ്ങനെ പിണങ്ങിപ്പോന്ന അഗ്നി ഭൂമിയിൽ വന്ന് എലിയുടെ രൂപത്തിലാണ് സഞ്ചരിച്ചത്. വലിയൊരു ശിവൻ മഹാദേവൻ ആ എലിയെ തന്റെ പുത്രനായിരിക്കുന്ന ഗണപതിക്ക് വാഹനമാക്കിക്കൊണ്ടു. ഈ എലിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഏത് തുറക്കാത്തയും ദൂരം അപ്പുറത്തും. അപ്പൊ അതുകൊണ്ട് ഗണപതിക്ക് പറ്റിയ ആളാണെന്ന് കണ്ടു. കാര്യം എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നവനാണെന്ന് ഗണപതി. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ ഗണപതിക്ക് ഇത് യഥാർത്ഥത്തിൽ ദേവന്മാരോട് പിണങ്ങി കലഹിച്ചു പോകുന്ന അഗ്നിയാണ് നമ്മുടെ ഗണപതിയുടെ വാഹനമായിരിക്കുന്ന ബലിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുരാണങ്ങളിൽ പല കഥകൾ പറഞ്ഞിരിക്കുന്നതൊക്കെയും ഒരു തത്വത്തെ രഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, ഗണപതിയെ സംബന്ധിക്കുകയാണെങ്കിൽ ഗണപതിക്ക് രണ്ട് ഭാര്യമാരാണ്. നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ പറയും എന്റെ ഒരു ക്ലേശനാണ്, രണ്ട് ഭാര്യമാരുമായിട്ടാണ് നമ്മളെല്ലാം ആരാധിക്കുന്ന ഭഗവാൻ, ഇന്ന് എനിക്ക് ഊന്നാലുണ്ടോ കുഴപ്പം എന്ന് നമ്മളാണ്. ആരൊക്കെയായിരുന്നു ഗണപതിക്ക് രണ്ട് ഭാര്യമാരായിട്ട് വന്നത് എന്ന് നമ്മൾ അറിഞ്ഞു. ആരായിരുന്നു ഗണപതിയുടെ രണ്ട് ഭാര്യമാർ? ഒന്ന് നമുക്കൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത നമ്മുടെ ഒരു മഹാവൈഭവം മനുഷ്യന്റെ എന്താണത്? ബുദ്ധി. ഗണപതിയുടെ ഭാര്യമാരിൽ ഒരാൾ ബുദ്ധിയ അറിയാവുന്നവരകത്തിരിപ്പുണ്ട്. ഇതെല്ലാം ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പ്രഭാഷണങ്ങളിൽ കൂടി പുതിയ അറിവ് പകർന്നു വരികയല്ല, റിവിഷനാണ്. അറിഞ്ഞിരുന്ന കാര്യങ്ങളെ വീണ്ടും ഉണർത്തുകയാണ്. അപ്പൊ ഉണർത്തിയെടുക്കുകയാണ്. അല്ലാതെ ഞാനിത് കണ്ടെത്തി പറയുന്നതല്ലല്ലോ. അപ്പൊ ബുദ്ധിയാണ് ഗണപതിയുടെ ഒരു ഭാര്യ. അങ്ങനെയുണ്ട്, കൊള്ളാവോ? ഗണപതിക്ക് ബുദ്ധി. ഭാര്യ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഭാര്യ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഭർത്താവ് വൈകിട്ട് കൂടി നിന്നിട്ട് വരുമ്പോഴത്തേക്ക് തൊഴിൽ മേടിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നവൾ. ഭർത്താവിന്റെ തൊഴിൽ നടത്തി കൊടുത്തതിൽ കറയുണ്ടെങ്കിൽ അതിന് വെള്ളം മേടിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവൾ. കൊടുക്കുന്ന ആഹാരത്തെ തലമുടി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെറുക്കുറ്റിക്ക് വീട്ടിൽ മേടിക്കേണ്ടവൾ. ഇങ്ങനെയൊക്കെ എന്താ നമ്മൾ ഭാര്യയെ പറ്റി സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്? അതല്ല ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം. ഭർത്താവിന്റെ വാക്കിന്റെ അർത്ഥവും നമ്മളാരും അറിയുന്നില്ല. ഭർത്താവിന്റെ വാക്കിന്റെ അർത്ഥം എന്താ നമ്മളാരെങ്കിലും അറിയുന്നുണ്ടോ? അതും നമ്മൾ അറിയുന്നില്ല. ഞാൻ വരുമ്പോഴത്തേക്ക് പേടിച്ച് വിറച്ചു കൊണ്ടോണം. ഇല്ലെങ്കിൽ വലിയ കൂടുതൽ സ്നേഹമാണെങ്കിൽ തലയിലെപ്പോഴും തലോടി സ്വന്തം കാര്യം പറഞ്ഞ് സാധിക്കണം. ഇതൊക്കെ എന്റെ ഭർത്താവിനെ പറ്റി നമ്മൾ സങ്കല്പിക്കുന്നു. ഭർത്ത എന്ന വാക്കിന്റെ അർത്ഥം ഭരിക്കുന്നവൻ എന്നാണ്. ഭരിക്കുന്നവൻ സംസ്കൃതമാണ് വാക്ക്. ഭർത്ത എന്ന വാക്കിന്റെ അർത്ഥം ഭരിക്കുന്നവൻ എന്നാണ്. ഇന്ത്യയുടെ ഭർത്താവാരാ? ഇന്ത്യയുടെ ഭർത്താവാരാ? മുർമു. ഇന്ത്യയുടെ ഭർത്താവാണ്. ഇന്ത്യ ഭരിക്കുന്ന മുർമുവാണ്, ദ്രൗപദി. അപ്പോൾ ഭരിക്കുന്നവനെയാണ് ഭർത്ത എന്ന് വിളിക്കുന്നത്. ഭാര്യ എന്ന് വിളിച്ചാൽ ഭരിക്കപ്പെടുന്നവൾ, അവളാണ് ഭാര്യ എന്ന പദത്തിന് വിളിക്കുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും എന്നുള്ള ബദൽ ഇവിടെ ഗണപതിയുടെ ഭാര്യയായി വന്നിരിക്കുന്നത് ബുദ്ധിയാണ്. ഒന്ന് അതിന്റെ അർത്ഥം ബുദ്ധിയെ ഭരിക്കുന്നത് ആരാണ്? ഗണപതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അക്ഷരമൊക്കെ എഴുതുമ്പോൾ ആദ്യം തന്നെ ആരുടെ പേരാണ് എഴുതുന്നത്? ഓൻ സരസ്വതി നമാന്നും പറഞ്ഞാണ് വിദ്യാരംഭം കുറിക്കുന്നത്. സരസ്വതിയാണല്ലോ വിദ്യയുടെ അധിദേവത. സരസ്വതി നമ എന്ന് പറഞ്ഞ ആരെങ്കിലും വിദ്യാരംഭം കുറിച്ചോ? ഹരിശ്രീ ഗണപതയേ നമ എന്ന് പറഞ്ഞാണ്. ഇല്ല, കുഴപ്പമുണ്ടാക്കും. ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ആരാണ്? ഗണപതിയാണ്. ഗണപതിയുടെ ഭാര്യയായി ബുദ്ധി വന്നു എന്നതിന്റെ അർത്ഥം ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് ഗണപതിയാണ്. രണ്ടാമത്തെ ഭാര്യയുടെ പേരെന്താ? സിദ്ധി. സിദ്ധിയുടെ പ്രത്യേകത എന്താ? ഈ ബുദ്ധി കൊണ്ടല്ല കാര്യങ്ങൾ നേടാനുള്ളതാണ്, നേടുന്നതിനാണ് സിദ്ധി എന്ന് പറയുക. അപ്പൊ ഈ ബുദ്ധിയും സിദ്ധിയും കാര്യങ്ങളുടെ നേട്ടവും ആരുടെയിലായിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇടയ്ക്ക് നടത്തി കളയും ഗണപതി. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടിനെയും, ബുദ്ധിയെയും സിദ്ധിയെയും നിയന്ത്രിക്കുന്നത് ഗണപതി ആണെന്നാണ് ആ കഥയിൽ കൂടി, എല്ലാ കഥയിൽ കൂടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഗണപതിയുടെ മുമ്പ് കല്യാണം കഴിച്ചതും ഗണപതിയുടെ കൂടെ സിദ്ധിയും ബുദ്ധിയും രണ്ട് ഭാര്യമാരും നടന്നത്, ഇതെല്ലാം ചമൽക്കാരാത്മകമായി നമ്മുടെ മനസ്സിലേക്ക് ഒരു ആദർശത്തെ, ഒരു സന്ദേശത്തെ നൽകുന്നതിന് വേണ്ടി ഗ്രഹിച്ചെടുത്തിരിക്കുന്ന സംഭവങ്ങളാണ്.
ഇതിന്റെ എല്ലാം പാഠം ഉൾക്കൊണ്ട് മനുഷ്യൻ വളർന്നു വലുതാകേണ്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച അഹം ബ്രഹ്മാസ്മിയുടെ അർത്ഥതലത്തിലേക്കാണ്. അഹങ്കാരിയുടെ നേരെ വിപരീത പദം അഹം ബ്രഹ്മാസ്മി. ഞാൻ ആരാണ്? ഞാൻ ഈശ്വരനാണ്, ഞാൻ ഈശ്വരനാണ് എന്നുള്ള അവബോധം എപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നോ അവിടെ നമ്മുടെ ജന്മം സ്വാർത്ഥകമായി. എന്നും ക്ഷേത്രമതയിൽ പോയി നിന്ന് തൊഴുകയും ചന്ദനം മേടിക്കുകയും കരഞ്ഞു വിഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ് വീട്ടിൽ വന്ന് എനിക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടായുള്ളല്ലോ എന്റെ ഈശ്വര എന്ന് പറയുവാനുള്ളതല്ല ജീവിതം. ജീവിതത്തിൽ നാം ഈശ്വരന്മാരായി തീരേണ്ടവരാണ്. അങ്ങനെ മനുഷ്യനെ ഈശ്വരനാക്കാനുള്ള, ഈശ്വരനാണെന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ആത്മീയ ലംഘനം തന്നെയാണ്. ആ ശ്രമമാണ് നമ്മുടെ യജ്ഞങ്ങളിലൊക്കെ നടക്കുന്നത്. അങ്ങനെ മൂലാധാരത്തിലും ഉയർന്നിരുന്നേറ്റ കുണ്ടലിനി ശക്തി അവസാനം ശിവനുമായി ഇവിടെ നിന്ന് ആനന്ദ നൃത്തം ചെയ്യുക. അങ്ങനെ ശിവൻ അവിടെ കുടി ഉള്ളുന്നത് കൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ കുളിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ശീലിച്ചത് കേട്ടോ. പണ്ടൊക്കെ പറയും അത് രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. എന്താ കാരണം? ശിവൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ശിവനെ അഭിഷേകം ചെയ്യുക കൂടിയാണ് നമ്മുടെ കുളിയുടെ ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ വന്ന് കരിമ്പിൻ നീര് അഭിഷേകം ചെയ്തു, നാളെ കരിക്കും വെള്ളം അഭിഷേകം ചെയ്യും, അടുത്ത ദിവസം പലനീര് അഭിഷേകം ചെയ്യും, ഒക്കെ ചെയ്യും ശിവവിഗ്രഹത്തിൽ. പക്ഷെ യഥാർത്ഥ ശിവൻ ശരീരത്തിൽ കൂടിയിരുന്നിട്ടും നമ്മൾ ആ ശിവനെ അഭിഷേകം ചെയ്യുന്നില്ല എങ്കിൽ എന്തർത്ഥമാണ്? അതുകൊണ്ടാണ് എല്ലാ ദിവസത്തെയും കുലി ശിവനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ശരീരത്തിന്റെ ചോദിച്ചിട്ട് പോകാനല്ല, ശിവനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടിയുള്ള. എവിടാണ് ശിവനിരിക്കുന്നത്? സഹസ്രാരപത്മത്തിൽ ഇവിടെയാണ്. ആ ശിവനെ അഭിഷേകം ചെയ്യുന്ന ശ്രമമാണ്. ഇനി ഒരു കാര്യം കൂടി പണ്ട് ചെയ്യുമായിരുന്നു. എന്താണത്? കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്ന് ചാർത്തിയിരുന്നത് ആരും ചന്ദനമായിരുന്നില്ല, കുങ്കുമമായിരുന്നില്ല. എല്ലാവരും വീടിന്റെ മുന്നിൽ ഭസ്മക്കുടുക്ക തൂക്കിയിരുന്നു. എല്ലാ വീടുകളുടെയും മുന്നിൽ ഭസ്മക്കുടുക്കകൾ തൂക്കിയിരുന്നു. എല്ലാവരും കുളി കഴിഞ്ഞ് വന്നാൽ ആദ്യം തന്നെ ഭസ്മം ലേപനം ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് പോകുന്നത്. അന്നാരും കണ്ണാടിക്ക് മുന്നിൽ നോക്കി സൗന്ദര്യം കണ്ട് തലയും ചെയ്യുന്നില്ല. ആരുടെയും വീടുകളിൽ കണ്ണാടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ കണ്ണാടിയൊക്കെ കണ്ടത് 10-12 വയസ്സിന് ശേഷമാണ്. അതുകൊണ്ട് കണ്ണാടിയൊന്നും സാധാരണക്കാരന്റെ വീട്ടിൽ കാണില്ല. പക്ഷെ ഭസ്മ കൊടുക്കുക എല്ലാ വീടുകളിലും കാണും. അപ്പൊ അങ്ങനെ ആദ്യം അത് കഴിഞ്ഞു കുളി കഴിഞ്ഞു വന്ന് നെറ്റിയെ ചാർത്തി, മുഴുവൻ ഭസ്മം ചാർത്തി. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, കൊച്ചിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ശകലം ഭസ്മം തൂക്കരെ, അല്ലെങ്കിൽ പനി പിടിക്കും. അപ്പൂപ്പൻ കാണിച്ച, അമ്മൂമ്മ കാണിച്ചു പോകുന്ന ശീലമാണിത്. ഇവർ ധരിച്ചിരിക്കുന്ന ഈ ഭസ്മം തേച്ചത് വെള്ളം പറ്റി പനി പിടിക്കാതിരിക്കാൻ. അതുകൊണ്ടല്ല, ഇത് ശിവനാണിരിക്കുന്നത്. എന്ന് ശിവൻ ഏറ്റവും പ്രിയങ്കരമായിരിക്കുന്ന വസ്തു തന്നെയാണ്. അതുകൊണ്ട് ശിവനെ ഭസ്മം ചാർത്തിക്കുകയായിരുന്നു അന്ന് കുളി കഴിഞ്ഞു അന്ന് ചെയ്തിരുന്നത്. രണ്ടെല്ലാം ചെയ്തിട്ടും നമുക്ക് മനസ്സിലായില്ല ശിവൻ എവിടെയായിരിക്കുന്നത്. അങ്ങനെ ഈ നിത്യ ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിൽ നമ്മളെ ശിവനുമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഭാരതത്തിന്റെ ആധ്യാത്മിക സംസ്കൃതിയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ ആദ്യം കൃതയുഗത്തിൽ ശിവനൊന്നുമില്ലായിരുന്നു. കൃതയുഗത്തിൽ ശിവനൊന്നുമില്ലായിരുന്നു. ത്രേതായുഗത്തിൽ ശിവനും വന്നു. പിന്നീട് ഇങ്ങോട്ട് ശിവനെ ആരാധിക്കുന്നുണ്ട്. കൃതയുഗത്തിൽ നമ്മൾ ആരെ ആരാധിക്കുന്നത്? ആദ്യമായിട്ട് ആരെ ആരാധിക്കുന്നില്ല. കൃതയുഗത്തിൽ നമ്മളെല്ലാം ഈശ്വരന്മാരെല്ലാം വനാന്തരങ്ങളിൽ കണ്ണുകരങ്ങളായ തപസ്സിലായിരുന്നു. എന്തായിരുന്നു ആ തപസ്സിന്റെ ഉദ്ദേശം? പരമാർത്ഥത്തെ അറിയുവാൻ വേണ്ടിയുള്ള തപസ്സായിരുന്നു. എന്താണ് പരമാർത്ഥം എന്നറിയണം. ആ പരമാർത്ഥത്തെ തേടിയുള്ള തപസ്. ആ തപസ്സിന്റെ ഒടുവിലാണ് ശിവനെ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നത്. എന്താണ്? യോഗികളൊക്കെ തപസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യും? നമ്മളെല്ലാവരും ഓംകാരം ഉച്ചരിക്കുന്നവരാണല്ലേ? എല്ലാവരും ഓം പറയും.
എല്ലാവരും രാം രാം എന്നും പറയും. പക്ഷേ രണ്ടും പറയുമ്പോഴും അതിന്റെ അർത്ഥതലത്തിൽ നിന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. രാമെന്ന് പറഞ്ഞാലും ഓമെന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഓമെന്ന അക്ഷരത്തിനകത്ത് ഈ മന്ത്രധ്വനിയിലെ 3 അക്ഷരങ്ങൾ അന്തർധാനഞ്ചല്ല, അതിനെ തടഞ്ഞിട്ടുണ്ട്, അന്തർലീനമായിരിക്കുകയാണ്. ആയുണ്ട്, ഊണ്ട്, മായുണ്ട്. 3 അക്ഷരങ്ങളാണ് ഓമിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിനെ 3നെയും 3 ദേവത ത്രിമൂർത്തി സങ്കല്പത്തിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ അല്ല അതിനകത്തെ ഘടകം. ഈശ്വരന്മാരായിട്ടുള്ളവർ ചമ്രം പടഞ്ഞ് താഴെ ഇരിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. വനാന്തരത്തിലാണ് നിങ്ങളും അങ്ങനെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഓം എന്ന് ഉച്ചരിക്കാൻ തുടങ്ങിയതായി സങ്കല്പിക്കുക. ചെറുതായി ശബ്ദം ഉണ്ടാക്കാൻ ഉച്ചരിച്ചു നോക്കുക. ഓം എന്ന് പറയുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ പ്രക്രിയയ്ക്ക് യോഗശാസ്ത്രത്തിൽ പറയുന്ന പേര് രേചകം എന്നാണ്. രേചകം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക. അത് കഴിഞ്ഞ് ഓന്ന് പറയുമ്പോൾ 6 മിനിറ്റ് വിളിക്കുമ്പോൾ വായു അകത്തേക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടും. അതിന് പറയുന്ന പേര് കുംഭകം എന്നാണ്. അതായത് അകത്ത് നിറയ്ക്കുക. രേചകം പൂരകം, അതിന് പറയുന്നത് ഒരു പൂരകം എന്നാണ്. പുറത്തേക്ക് വിട്ടു പിന്നെ പൂരകം അകത്തേക്ക് കയറി വെച്ച് പൂരിപ്പിക്കുക, നിറയ്ക്കുക. അത് കഴിഞ്ഞ് നിറഞ്ഞിരിക്കുമ്പോൾ പുറത്തേക്കും വായുവില്ല, അകത്തേക്കും വായുവില്ല. അതാണ് ഓം എന്നുള്ള അവസ്ഥ. അതിന് പറയുന്നത് കുംഭകം എന്നാണ്. അതായത് അകത്ത് കുടത്തിലാക്കി നിർത്തിയിരിക്കുന്നത് പോലെ വായു നിൽക്കുകയാണ്. അപ്പൊ പ്രേചകം ചെയ്യുന്നു, പുറത്തേക്ക് വായുവിനെ വിടുന്നു, അകത്തേക്ക് വായുവിനെ എടുക്കുന്നു, അവസാനം അകത്തും പുറത്തുമെല്ലാം നിർത്തുന്നു. എത്ര സമയം നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റും? ആ നിൽക്കുന്ന അവസ്ഥയിൽ യോഗിയുടെ മനസ്സിൽ കൂടി 3 ചിന്തകൾ കടന്നു പോവുകയാണ്. താമസന്റെ മനസ്സിൽ 3 ചിന്തകൾ കടന്നു പോവുകയാണ്. നമ്മൾ ഓങ്കാരം ഉച്ചരിക്കുന്ന താമസന്മാരായി മാറണം. ഓം ആദ്യത്തെ രേചകം വായുവിനെ പുറത്തേക്ക് വിടുന്ന സന്ദർഭത്തിൽ സാധകന്റെ അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആളിന്റെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത എന്താണെന്നറിയുമോ? കോഹം. കോഹം കോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? ഇന്ത്യയിൽ പറഞ്ഞ മേം കോൺഹും, ഞാൻ ആരാണ് എന്നത്. കോഹം, ഞാൻ ആരാണ് എന്നാണ്. ആദ്യം വായുവിനെ പുറത്തേക്ക് വിടുമ്പോൾ കോഹം, ഞാൻ ആരാണ് എന്നുള്ള തോന്നലാണ്. അത് കഴിഞ്ഞ് വായുവിനെ അകത്തേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന യോഗിയുടെ മനസ്സിലെ തോന്നൽ എന്താണ്? പൂരകം ചെയ്യുമ്പോൾ നാഹം, ഞാൻ ഈ കാണുന്നൊന്നുമല്ല. അത് കഴിഞ്ഞ് കുംഭകാവസ്ഥയിൽ നിന്ന് കണ്ണു തള്ളുകയാ. ആ സന്ദർഭത്തിലെ ചിന്ത എന്താണ്? സ്വാഹം. കോഹം, ദാഹം, സ്വാഹം. ഞാൻ ഈ ബ്രഹ്മചൈതന്യം തന്നെയാണ്, ഞാൻ ഈശ്വരൻ തന്നെയാണ്, ഞാനാണ് ഈശ്വരൻ എന്ന തോന്നലിലേക്ക് യോഗി എത്തിച്ചേരുകയാണ്. അതാണ് നമ്മൾ ഓരോ ദിവസവും ഓങ്കാരം ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഓം ഉണ്ടാക്കിയിരിക്കുന്നത്. രാമൻ ഇത് തന്നെയാണ്. അയോധ്യാധിപതിയായിരിക്കുന്ന ദശരഥന്റെ പുത്രനായി ശ്രീരാമചന്ദ്രൻ ജനിക്കുന്നതിന് മുമ്പ് രാമുണ്ടായിരുന്നു. യോഗികൾ അത് ജപിച്ചിരുന്നു. അപ്പൊ അങ്ങനെ രാമ രാം 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 എന്ന് ജപിക്കാനാണല്ലോ കാപ്പാളനായിരുന്ന രത്നാകരനോട്, പിന്നീട് വാൽമീകിയാകിയ രത്നാകരനോട് മുനിമ സപ്തർഷികൾ പറഞ്ഞിട്ട് പോയത്. അപ്പൊ അന്ന് രാമനില്ല, എന്നിട്ടും രാം ജപിക്കാനാണ് പറഞ്ഞത്. ആ രാം തന്നെയാണ് ദശരഥപുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന് ഉപയോഗിച്ചിരിക്കുന്ന പേരെന്ന് മാത്രമേ. അപ്പോ ഓമും രാമും ഈശ്വരൻ ആരാണെന്ന് അറിയുവാനുള്ള അന്വേഷണത്തിന്റെ പാതയിൽ ഭക്തൻ അല്ലെങ്കിൽ സാധകൻ ഉപയോഗിക്കേണ്ടതാണ്. ഓരോ ഓമം ജപിക്കുമ്പോൾ ഞാൻ ഈശ്വരനാണ്, ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്ന് കണ്ടെത്തുവാനുള്ള ശ്രമം. നമ്മളാരും ബാബികളുടെ മക്കളല്ല.
പാപികളുടെ സന്താനങ്ങളല്ല. അതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യേണ്ടവരല്ല. നമുക്ക് വേണ്ടി മധ്യസ്ഥന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ടവരല്ല. നാമെല്ലാം എന്നും ഈശ്വരന്മാർ തന്നെയാണ്. അമരത്വത്തിന്റെ അരിമക്കിടങ്ങളാണ് നമ്മൾ. സനാതനം നമുക്ക് തന്ന ഏറ്റവും വലിയ ഉറപ്പതാണ്. അമരത്വത്തിന്റെ ഈശ്വരത്വത്തിന്റെ അരിമക്കിടങ്ങളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉത്തമ ഭക്തന്മാരായ നിരവധി ആളുകൾ അവരുടെ ഈശ്വര സങ്കല്പത്തെ കൈവിടാതെന്ന് വിളിച്ചു. ഹനുമാൻ രാം 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 എന്ന് മാത്രം വിളിച്ചു. മീര കൃഷ്ണ 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 എന്ന് മാത്രം വിളിച്ചു. ഖണ്ഡാകർണൻ നമഃശിവായ മാത്രം വിളിച്ചു. അങ്ങനെ മഹാത്മാക്കളായ ധാരാളം ആളുകൾ വിളിച്ചു. അവരൊന്നും ഒരേ ചിന്താധാരയിൽ നിന്ന് മാറാതെ നിന്നു. എന്തിന്? കബീർ പോലും, കബീർദാസൻ മുസ്ലിമായിരുന്ന് ശ്രീരാമഭക്തനായി തീർന്ന കബീർദാസ്, ആ കബീർദാസ് പോലും അവസാന ശ്വാസം ഭരിക്കുന്നത് ശ്രീരാമചന്ദ്രനെ മാത്രം ജപിച്ചു. നമ്മുടെ പ്രത്യേകത എന്താണ്? നമ്മൾ കുറച്ചു കാലം ശബരിമല, പിന്നെ പളനിമല, പിന്നെ തിരുമല, തിരുപ്പതി തിരുമല, നാലാമത് ഇതൊന്നും കാര്യം സാധിക്കുന്നില്ല എങ്കിൽ പരുമല. അതാണ് നമ്മുടെ വിശ്വാസം. കഴിഞ്ഞ ദിവസം ഇവിടെ തീർത്ഥാടനം നടക്കുകയായിരുന്നല്ലോ പരുമലയിൽ. നിങ്ങൾ ആ ക്യൂവിൽ നിന്ന് പോകണം. കേരളത്തിന്റെ നാനാഭാഗത്തുനിന്നും കടന്നു വരുന്ന ക്യൂവിൽ ചന്ദനക്കുറിയും സിന്ദൂര പൊട്ടും ഒക്കെ ഇട്ട്, ഓർഗാര ലോക്കറ്റും ഒക്കെ ഇട്ട് ധാരാളം ആളുകളെ കാണും. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഈശ്വരനെ കച്ചവടം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടത്. അവരവരുടെ വിശ്വാസധാരയിൽ കൂടി പ്രവർത്തിക്കുന്നു. അതിൽ എവിടെയാണ് ഇവർക്ക് വിശ്വാസം? എവിടെയാണ് ഇവർക്ക് അടിസ്ഥാനപരമായ ധാരണ? ഇതില്ലാത്തവർ യജ്ഞം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇതില്ലാത്തവർ ഭക്തി അഭിനയിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെയാണ് കബീർദാസിനെ പോലെ വെറും ഒരു ചവിട്ട് കൊണ്ട് സന്യാസം സ്വീകരിച്ചവനാണ് കബീർദാസ്. വെറും ഒരു ചവിട്ട്. രാമാനന്ദ സ്വാമികളുടെ ആശ്രമ കവാടത്തിൽ രാത്രി കിടന്ന് രാമാനന്ദ സ്വാമികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചവിട്ടിയത് മുസ്ലിം ആയിരിക്കുന്ന കബീറിന്റെ നെഞ്ചിലേക്കാണ്. അപ്പോൾ ചവിട്ടുകൊണ്ട് ചവിട്ടിയ ഉടനെ തന്നെ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കിയ രാമാനന്ദ സ്വാമികൾ രാമരാമ എന്ന് വിളിക്കുകയാണ്. ചവിട്ടിപ്പോയല്ലോ എന്ന അർത്ഥത്തിൽ. കുഴപ്പമില്ല. ഈ കബീർ രാമാനന്ദ സ്വാമികൾ രാമരാമ എന്ന് പറഞ്ഞത് തനിക്കുള്ള മന്ത്രോപദേശമായി സ്വീകരിച്ചു കബീർദാസ്. ജീവിതകാലം മുഴുവൻ അദ്ദേഹം രാമേശ്വരത്തെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കബീർദാസൻ അവസാന കാലം വരെയും രാമഭക്തനായി നടന്നു. ഒരു മാറ്റവുമില്ല. ഇങ്ങനെ എത്ര ആളുകൾ ആ അചഞ്ചലമായ ഭക്തി വൈഭവം കൊണ്ട്, മാറ്റമില്ലാത്ത ഭക്തി വൈഭവം കൊണ്ട് തങ്ങൾ ഈശ്വരൻ തന്നെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് അവിടെയും ഇവിടെയൊക്കെ തിരയുന്നത്? ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ വീതിയിലില്ല ഈശ്വരൻ, അവസാനം എന്നിലേക്ക് തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരന്റെ വാസം. എവിടാന്നറിയാ പാട്ട് പാടുന്നത്? ഒരു ക്രിസ്ത്യൻ പാട്ടാണ്. ഈശ്വരനെ തേടി ഞാൻ തിരഞ്ഞു, കടലുകൾ കടന്നു ഞാൻ നടന്നു, ഇവിടെയുമില്ല ഈശ്വരൻ, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരന്റെ വാസം. ഇത് തന്നെയല്ലേ വേദം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പരിപാലനമായിരിക്കുന്ന സനാതന ധർമ്മയുടെ വേദം നിങ്ങളോട് പറഞ്ഞതല്ലേ? അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയതിന്റെ പേരിൽ വേദത്തിന്റെ കുറ്റമാണോ? യജ്ഞത്തിന്റെ കുറ്റമാണോ? പ്രഭാഷകരുടെ കുറ്റമാണോ? ശാന്തിക്കാരന്റെ കുറ്റമാണോ? മറിച്ച് ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? മണ്ടന്മാർ പറയുന്നതൊക്കെയും നമ്മൾ കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. മറ്റാർക്കും പരിഭവം തോന്നത്തില്ല എങ്കിൽ ഞാൻ പറയാം, ഇന്ന് നമ്മളെ നയിക്കുന്നത് ഈശ്വരനാണോ, ഗുരുവാണോ, ജ്യോത്സ്യനാണോ എന്ന് ചോദിച്ചാൽ മണ്ടൻ കണാപ്പൻ ജ്യോത്സ്യനാണ്.
അതുകൊണ്ട് എന്ത് വേണ്ടി നമ്മുടെ വീടുകളിലെല്ലാം മൂക്ക് മുരഞ്ഞ് മൂക്കിക്കൂടി പല്ലും വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ കല്യാണം കഴിക്കുവാൻ ഇറക്കി വിടുവാൻ ജോത്സ്യൻ സമ്മതിക്കും. പണ്ടൊക്കെ നാട്ടു റൗഡികളാണ് സമ്മതിക്കാതിരുന്നത്. ഇപ്പോഴത്തെ റൗഡികൾ ജോത്സ്യന്മാരാണ്. അവര് ശുക്രൻ ശനി എന്നെല്ലാം വട്ടമിട്ട് കറക്കി ഈ പാവങ്ങളെ കൊഴുത്തിൽ കിട്ടി നിർത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ശ്രീരാമചന്ദ്രൻ സീതയെ വിവാഹം കഴിച്ചത് ജ്യോതിഷം നോക്കിയിട്ടാണോ? പൊരുത്തം നോക്കിയിട്ടാണോ സീതയെ വിവാഹം കഴിച്ചത്? ഊർമിളയെ കഴിച്ചത് പൊരുത്തം നോക്കിയിട്ടാണോ? ആരെ വിവാഹം കഴിച്ച പൊരുത്തം നോക്കി? ശിവൻ സതിയെ വിവാഹം കഴിച്ച് പൊരുത്തം നോക്കിയാണോ? പാർവതിയെ വിവാഹം കഴിച്ച് പൊരുത്തം നോക്കിയാണോ? കൃഷ്ണൻ ആരെയെങ്കിലും വിവാഹം കഴിച്ച് പൊരുത്തം നോക്കിയാണോ? വേണ്ട. ഒരു 40-50 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ എവരുണ്ടായിരുന്നു പൊരുത്തം? ആരാ പൊരുത്തം നോക്കിയത്? ഞാനൊക്കെ എനിക്കിപ്പോ 71 വയസ്സ് പ്രായമുണ്ട്. ഈ 71 വയസ്സിനിടയ്ക്ക് എത്ര കല്യാണങ്ങൾ കണ്ടാലാണ് ഞാൻ. അന്നൊക്കെ ഇഷ്ടമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുടവ കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നും ജ്യോതിഷം നോക്കിയിരുന്നില്ല. അതിനുശേഷം വിവാഹം ആലോചിച്ച് നടത്തേണ്ടത്. എന്റെ അമ്മയൊക്കെ വിവാഹം കഴിക്കുന്ന ആലോചിച്ച് നടത്തുക. അന്ന് ഈ 158 കൂട്ടം പൊരുത്തമൊന്നുമില്ല. 11 പൊരുത്തം, 12 പൊരുത്തം, 8 പൊരുത്തം, 6 പൊരുത്തം, ഒരു പൊരുത്തമില്ല, മനപ്പൊരുത്തം മാത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തെ തല്ലി തകർക്കുന്നതിന്റെ മുഖ്യമായ ഘടകം ജ്യോതിഷമാണ്. അതായത് ജ്യോതിഷം 2 വിധത്തിലുണ്ട്. ഒന്ന് ഫലിത ജ്യോതിഷം, ഒന്ന് ഗണിത ജ്യോതിഷം. ജ്യോതിഷത്തിന് 2 പ്രകാരങ്ങളാണ്. ഫലിത ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ പ്രശ്നം വെക്കുമല്ലോ, രാശി വെച്ച് കറക്കി ശങ്കെല്ലാം എടുത്ത് രാശിയെല്ലാം എടുത്ത് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചിട്ട് നടത്തുന്നത് അത് ഫലിത ജ്യോതിഷമാണ്. ഫലം പറയുക. ഒത്താലൊത്തു, ഒത്തില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. മറ്റേ അല്ല ഗണിത ജ്യോതിഷമല്ല. എപ്പോഴാണ് സൂര്യഗ്രഹണം അത് കൃത്യമായിരിക്കും. എപ്പോഴാണ് ചന്ദ്രഗ്രഹണം അത് കൃത്യമായിരിക്കും. എപ്പോഴാണ് വേലിയേറ്റം അത് കൃത്യമായിരിക്കും. യാതൊരു മാറ്റവും വരത്തില്ല. അത് ഗണിത ജ്യോതിഷം എന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ആ ഗണിത ജ്യോതിഷത്തെ വ്യതിചരിച്ച് പതിവ ജ്യോതിഷത്തിൽ കൂടി കൊണ്ടുവന്നിട്ട് ഇന്ന് ജീവിതത്തിന്റെ നാനാ തുറകളിലും നാശം കാണിക്കുന്നതിന്റെ ഫലമായി വലിയ ഭക്തിയൊക്കെ കാണിച്ച് ഇവിടെ നിന്ന് അഭിഷേകം കഴിച്ചു. ഇവിടെ വന്നിട്ട് 15,000 രൂപ ഭഗവാന് ഇവിടെ ശിവപുരാണം നടത്തുന്നിടത്തേക്ക് അന്നദാനത്തിന് കൊടുത്തു. ഒരുപാട് സഹായങ്ങൾ അമ്പലങ്ങൾക്കൊക്കെ ചെയ്തു. പക്ഷേ കുടുംബമില്ലെങ്കിൽ, ജീവിതമില്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് അർത്ഥം? അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അവിടെയാണ് ശിവൻ നമ്മുടെ മുന്നിൽ ഒരു ഉത്തമ മാതൃകയായി കടന്നു വരുന്നത്. നമുക്കറിയാമോ, രാമനും സീതയും ഒക്കെ ഉണ്ട്, കുടുംബമുണ്ട്. കുറ്റം പറയും, രാമനും സീതയും കുടുംബമുണ്ടോ? മക്കളോട് ഒരു എവിടെയും കണ്ടിട്ടുണ്ടോ? കൃഷ്ണനുണ്ട്. ഏതെങ്കിലും കുടുംബമുണ്ടോ? ജഗതന്റെ കുടുംബത്തോടു കൂടി ആരെങ്കിലും കണ്ടുണ്ടോ? ബ്രഹ്മാവിന്റെ കുടുംബത്തോടു കൂടി ആരെങ്കിലും കണ്ടുണ്ടോ? കുടുംബത്തോടുകൂടി കാണാൻ കഴിഞ്ഞവൻ ആരാണ്? മഹാദേവൻ മാത്രമാണ്, ശിവൻ മാത്രമേ. ശിവൻ വിലോപങ്ങളുടെ നാഥനാണ്. ശിവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നവനാണ്. ഇതൊക്കെ പരിപാടി തന്നെ അച്ഛൻ്റെ വീട്ടിൽ സ്വർണ്ണവും വാങ്ങിച്ച് സ്വത്തും വാങ്ങിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വരും പെൺപിള്ളാരെ. എന്നിട്ട് ഇരിയും പെരിയും കഴിഞ്ഞ് പഞ്ചറാക്കി കരിമ്പ് വിരിയുന്നതിനെ വീടിനെ തിരിച്ചഴിക്കും. അപ്പം ചെല്ലുമ്പോഴും പ്രേമിച്ചാണ് വന്നത്. പ്രേമിച്ചു വന്ന് അതിനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നതാ. അപ്പനും പഞ്ചറായി കഴിയുമ്പോഴേക്ക് എങ്ങോട്ടാ ചെല്ലുന്ന വർക്ക്ഷോപ്പിലേക്ക് വന്ന് അച്ഛൻ്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് എല്ലാവിധമായ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും കയറി കിടന്നോളാൻ പറഞ്ഞു. ഉള്ള ആഹാരം കൊടുത്ത് വളർത്തി വീണ്ടും കൊണ്ടുവരിക. കാരണം താങ്ങാൻ അമ്മയും അച്ഛനും അല്ലാതെ സ്നേഹിച്ചു പോകുന്ന അച്ഛനെ അമ്മ ഉപേക്ഷിച്ച് സ്നേഹിച്ചു പോകുന്നതാ. പക്ഷെ അച്ഛനെ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു സതിയുടേത്. ദക്ഷൻ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു സതിയുടെ. ശിവപുരാണത്തെയൊക്കെ കാണുമ്പോൾ ഇത്തരത്തിൽ വേണം കാണാൻ. ദക്ഷൻ ആലോചിച്ച് വിവാഹം നടത്തി സതിയുമായി. പക്ഷേ ദക്ഷന് ശിവന്റെ ചില നിലവാരങ്ങൾ യോജിച്ചു പോകാൻ പറ്റിയില്ല. കാര്യം ശിവനെ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കുട്ടിക്കൂറ പൗഡർ എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. പിന്നെ നമ്മളാരും ഉപയോഗിക്കുന്ന മധുര കുങ്കുമം തൊട്ടിട്ടേ ഇല്ലല്ലോ.
അതേപോലെ തന്നെ നല്ലൊരു വസ്ത്രം എടുത്തിട്ടില്ലല്ലോ. പുലിത്തോല ആനത്തോലൊക്കെ ധരിക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ 11,000 രൂപ പകന് ഗ്രാമിന് വിലയായെന്ന് പറഞ്ഞാലും ഇങ്ങനെയല്ല പിന്തുണ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവൻ സ്വർണ്ണമല്ല. ശ്രീകൃഷ്ണനാണെങ്കിൽ കഴുത്ത് മുഴുവൻ സ്വർണ്ണമുണ്ട്, ശ്രീരാമന് കഴുത്ത് മുഴുവൻ സ്വർണ്ണമുണ്ട്, മറ്റുള്ളവർക്കും എല്ലാവർക്കെല്ലാം ഭാര്യമാർക്കും കൊടുത്തു. ഇത് ശിവനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണത്തിന് ഗ്രാമിന് എത്ര രൂപയാണെന്ന് ശിവനെന്താ ചേട്ടൻ ഒരു വസ്തുവും. എന്താണ് കഴുത്തിൽ കിടക്കുന്നത്? വാസുകി ആരാണ്? സർവ്വമാണ് നമ്മുടെ വിഷ്ണു. ആരാണ് യഥാർത്ഥത്തിൽ വാസുകി? ആരാണ്? പ്രാണനാണ്. പ്രാണനെയാണ് എവിടെ ധരിച്ചിരിക്കുന്നത്? തന്റെ കണ്ഠത്തിലെടുത്ത് സംരക്ഷിച്ചിരിക്കുകയാണ് ശിവൻ. അതായത് പ്രാണികുലത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ദൗത്യം ഭഗവാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സർപ്പഭൂഷണം. പ്രാണികുലത്തിന്റെ സംരക്ഷകൻ. അങ്ങനെയുള്ള ഇവനെ തലയിലായിരിക്കുന്ന ഗംഗ ഇങ്ങനെ ഒളിഞ്ഞു പോയിക്കൊണ്ട് ഞങ്ങളുടെ പ്രേമഭാവനും അല്ലേ എന്റെ മഴ കൊണ്ട് പോയിട്ടും വൃത്തികെട്ടവൻ നേതൃത്വം തലയെത്തുന്നു ഗംഗ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കണ്ണ് മൂന്ന് വേറെയുണ്ട്. 2 കണ്ണ് കൂടാതെ വേറെ മൂന്നുണ്ട്. മുക്കണ്ണ് തല നെറ്റിയില് എല്ലാം വൃത്തികേടുണ്ട്. പിന്നെ മുഴുവൻ ദേഹമാസകൾ എന്തിനാണ് ഇയാൾ കൊണ്ടിരുന്നത്? ഈ ഭസ്മം ഇടുന്ന ഏതെങ്കിലും ജാനകം ധരിച്ചെടുത്ത ഭസ്മമാണ്. കണ്ടവന്റെ ചുടലയിൽ കത്തിയെടുന്ന മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് തൂത്തുവാരി എടുത്തത് അന്തസായിട്ട് തേച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്റെ കൊട്ടാരത്തിൽ. പ്രജാപതിയാണ്. പ്രജാപതി കൊട്ടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ലഭ്യനായ ഈ വേഷത്തിൽ. അയാളുടെ അഹങ്കാരം സമ്മതിച്ചില്ല. ആ അഹങ്കാരത്തിന്റെ ഫലമായിട്ടാണ് ശൂന്യമായിട്ട് വേണ്ടുപോർക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ദക്ഷൻ നടത്തിയ യാഗത്തിൽ ഈ കൊള്ളുവേലാത്തതിനെ വരുത്തണ്ട വിളിക്കണ്ട എന്ന് ദക്ഷൻ വിചാരിച്ചത്. അത് ദക്ഷന്റെ മനസ്സാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളാരും അങ്ങനെ കേൾക്കാൻ പാടില്ല. ദക്ഷന്റെ മനസ്സിലെ ചിന്തയാണ് ഈ പറഞ്ഞത്. അങ്ങനെ ദക്ഷൻ വിളിച്ചില്ല സതിയെ. പക്ഷെ അച്ഛനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് സതിക്ക് പോകണമെന്നുള്ള ആഗ്രഹമല്ലായിരുന്നു അച്ഛനോട് തന്നെ. എല്ലാവരും ദേവന്മാര് മുഴുവൻ ദക്ഷയാഗത്തിന് എത്തിയിട്ടുണ്ട്. ദേവന്മാർ മുഴുവൻ എത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ബന്ധുമിത്രാദികളെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് താൻ കൂടി ചെല്ലാതെ പോകുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ ഏതൊരു സ്ത്രീക്കും സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയുണ്ട് ചേട്ടൻ എങ്ങനെയുണ്ട് എന്നൊക്കെ അനിയത്തിമാർ ചോദിക്കുമല്ലോ സതിയോടെ. ശിവനാണല്ലോ അവരുടെ ചേട്ടൻ എങ്ങനെയൊക്കെ ഉണ്ട്? നല്ല മനുഷ്യൻ, നല്ല സ്വഭാവം, എന്നെ പ്രാണനെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇന്ന് വരെ ഒരഭിപ്രായ വ്യത്യാസം ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇന്നും ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ശിവനും ദേവിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? പാർവതിയും തമ്മില് പെണ്ണൂരി എന്ന് കഴിഞ്ഞാല് ഇന്ന് തൊട്ട് വിറയിൽ കിട്ടിയിരിക്കുകയല്ലേ? ഒരു അവിടെയൊക്കെ ശിവക്ഷേത്രമുണ്ടോ? അവിടെയൊക്കെ തന്നെ ശിവനും ശക്തിയുമായിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ ഒരു വ്യത്യാസമില്ല. വലിയ അഭിപ്രായമൊക്കെ പറയാമല്ലോ അനിയത്തിമാരോടെന്ന് കരുതി ആ സതി പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ദക്ഷന്റെ പ്ലാൻ മാറി. ദക്ഷൻ ആക്ഷേപിക്കാൻ തുടങ്ങി. ആകെ ബുദ്ധിമുട്ട്. അവസാനം സഹികെട്ടപ്പോഴാണ് സതി ദക്ഷന്റെ യാഗശാലയിലെ ഹോമകുണ്ടത്തിലേക്ക് എടുത്തു കയറി ആത്മാവതി. നോക്കണം, സ്വന്തം മകളെ സ്വന്തം താല്പര്യപ്രകാരം ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വിവാഹം കഴിച്ചോട്ടെ. ബ്രഹ്മാവാണ് ഇതിന്റെ ഏജന്റായി പോകുന്ന, മധ്യസ്ഥനായി പോകുന്ന ബ്രോക്കർ. ശിവനും സതിയും തമ്മിലുള്ള വിവാഹത്തിന്റെ ബ്രോക്കർ ബ്രഹ്മാവായിരുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ശിവനെ ദക്ഷനെ സഹിക്കാനോ ഒടുവിൽ സതി ഉന്മൂലനം ചെയ്ത് കെട്ടി കഴിഞ്ഞപ്പോൾ ഇന്ന് നടന്ന സംഭവമൊന്നും ഞാൻ നിങ്ങളോട് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്തായിരുന്നു ആ കഥയിൽ കൂടി നമ്മെ പഠിപ്പിച്ച പാഠം? അച്ഛനോ മകളെ വേണ്ടാതെ പോയപ്പോഴും, അച്ഛൻ വെറുത്തപ്പോഴും, അച്ഛൻ അവളെ തിരസ്കരിച്ചപ്പോഴും ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ ജീവൻ കൊടുത്ത് ജീവസ്വരസ്വമായി ഭാര്യയെ സ്നേഹിച്ച മഹാദേവന്റെ കഥയാണ് ദക്ഷയാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ഉത്തമനായ വ്യക്തി തന്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടത് എന്നാണ്. ഭാര്യ എന്ന പദത്തിന്റെ അർത്ഥം മുമ്പ് ഞാൻ പറഞ്ഞു, ഭരിക്കപ്പെടുന്നവളാണ്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ചായയല്ല ജായ, ജനിപ്പിക്കുന്നവൻ എന്ന അർത്ഥമാണ്. ആരെയാണ് ജനിപ്പിക്കുന്നത്? ഭാര്യ ജനിപ്പിക്കുന്നത് ഭർത്താവിനെ തന്നെയാണ്.
അതുകൊണ്ടല്ല ദുഷന്തന്റെ മുന്നിലെത്തിയ ശകുന്തളയെ കണ്ടിട്ട് ദുഷന്തൻ അറിഞ്ഞു. ദുഷന്തൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എല്ലാ കുഴപ്പങ്ങളും കാണിച്ചു വെച്ചിട്ട് ദുഷന്തൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് നീ പറയുന്ന കഥയൊക്കെ കെട്ടുകഥയാണ്, ഇറങ്ങിപ്പോ കൊട്ടാരത്തില്ല, ആവശ്യമില്ല എന്നെ മാറിക്കരുത്, അവിടെ എവിടെയൊക്കെ ഞാൻ നിന്റെ കൂടെ വന്നെന്ന് പറയുന്നതിനൊക്കെ ഒരു കഥയില്ല, നിന്റെ സ്വപ്നമായിട്ടൊക്കെ ഞാൻ മഹാരാജാവ് ആയിരിക്കുന്ന, ഞാൻ ചക്രവർത്തിയായിരിക്കുന്ന, ഞാൻ നിന്റെ കൂടെ കാട്ടിൽ വസിക്കുന്ന, നിന്റെ കൂടെ ഒരു താപസം എടുത്തു വളർത്തിയ നിന്റെ കൂടെ ഞാൻ നടന്നു, പക്ഷേ നിങ്ങൾക്ക് പറയാതെ എന്ന് പറഞ്ഞ് ദുഷന്തൻ ശകുന്തളയെ ഒഴിയാൻ ശ്രമിച്ചു. അപ്പൊ ശകുന്തള പറഞ്ഞു, ഒന്ന് ചിന്തിച്ചാൽ ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? ശകുന്തള ചോദിക്കുകയാണ് ദുഷന്തനോട്, അങ്ങനെ എവിടെയെങ്കിലും വീട്ടിലുള്ളൂ? ശകുന്തള പറയുകയാണ്, ഒന്ന് ചിന്തിച്ചാൽ ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? ഇത് കേട്ടപ്പോൾ ദുഷന്തൻ അടിപതറി. ഇനി അവതാരമാണെന്ന് ഇത്രയും നേരം എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞെന്ന് ഇപ്പോൾ പറയുന്നു ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? ശകുന്തള എത്ര അർത്ഥവത്തായ ശകലപോലെ കൊടുത്തുവിട്ടു തന്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കല്പത്തെ. എന്താണ്? ഭാര്യയ്ക്ക് ജായ എന്ന ഒരു വാക്ക് ഒരു പര്യായം കൂടിയും. ജായ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നവൾ, അതായത് കർത്താവിനെ തന്നിൽ ജനിപ്പിക്കുന്നവൾ. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെയാണ് ജനിപ്പിച്ചത് അല്ലെ? ആദ്യമൊക്കെ കൊച്ചിനെ, ഒന്നാമത്തെ കുട്ടിയെ കണ്ടു കഴിയുമ്പോൾ അച്ഛൻ എത്ര ദൂരെയാണെങ്കിലും ഗൾഫിലാണെങ്കിലും പറഞ്ഞു വരും, ആരുടെ മുഖമാണ് കാണാം? എന്റെ മുഖം നിങ്ങളുടെ മുഖം തന്നെ കേട്ടോ. അന്ന് എല്ലാവർക്കും മധുരപലഹാരം കൊടുക്കും, ലിക്വർ ഷാപ്പിന് സാധനം വേറെ മുടിച്ചു. എന്ത് സന്തോഷമായിരിക്കും, നല്ല സന്തോഷം. എന്റെയാണ് എന്നുള്ള തോന്നുന്നു. അത് ശരിയല്ലേ? ഭാര്യ ജനിപ്പിച്ചതായ ഭർത്താവിനെ തന്നെയാണ്. ഭർത്താവിനെ ജനിപ്പിക്കുന്നവരാണ് ജായ, അതാണ് ഭാര്യയുടെ ധർമ്മം. അപ്പൊ അത് കേട്ടാണ് ദുഷന്തൻ തന്റെ എല്ലാ ധാരണകളും മാറ്റാൻ തയ്യാറായത്. അതുപോലെ താൻ സ്നേഹിച്ച സതിയെ, ജീവന് തുല്യമായി താൻ സ്നേഹിച്ച സതിയെ സ്വന്തം അച്ഛന്റെ ക്രൂരതയാൽ തന്നിൽ നിന്ന് വേർപെടേണ്ടി വന്ന സാഹചര്യത്തിൽ ശിവൻ സർവ്വതും മറന്ന് പിന്നെ സംഹാരാത്മകമായി മാറുകയാണ്. കഥയിൽ അങ്ങനെയാണ് ശിവൻ സംഹാരമാടിയെന്നാണ്, സംഹാര താണ്ഡവമാണ്. ശിവഭൂതങ്ങൾ ദക്ഷനെ മുഴുവൻ നശിപ്പിച്ചു, ശിരസ് ഛേദിച്ചു. എല്ലാം കഥകളാണ് കേട്ടോ, എല്ലാം കഥകളാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ആരാണ് നശിച്ചത്? ദേവി ആരാണ്? പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഉത്പന്നമായി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതിയാണ് സകലതിനെയും പ്രസവിക്കുന്നത്. പ്രസവിത്രിയാണ് പ്രകൃതി. ആ പ്രകൃതിയില്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ ഒന്നും ഉണ്ടാകില്ല. അപ്പൊ പ്രകൃതിയിൽ പ്രസവിക്കുന്നുള്ള പ്രസവിത്രിയായിരിക്കുന്ന പ്രകൃതിയാണ് ഇല്ലാതെയായത്. അവിടെ എന്താണ് സംഭവിച്ചത്? പുരുഷനിവിടെ ആരാണ്? പുരുഷൻ എന്ന് പറയുന്നത് ശിവനാണ്. ശിവൻ എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന ജടയും ആടിയും മുടിയും മുക്കണ്ണും ബമരുവും ശൂലവും അതുപോലെ തന്നെ നാഗഭൂഷണവും ഒക്കെയുള്ള ശിവനാണ് നമ്മൾ കാണുന്ന ശിവൻ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ആരാണെന്നറിയുമോ? നമ്മുടെ ശിവൻ ആരാണെന്നറിയുമോ? ഈ കാലാകിയ രൂപത്തിലൊക്കെ നിൽക്കുന്ന ശിവൻ, പ്രകൃതിയെ മുഴുവൻ ഭരിച്ചു നിൽക്കുന്ന ശിവൻ, അതാണ് അമേരിക്ക ജപ്പാനിൽ പ്രയോഗിച്ച സാധനം. ആറ്റമാണ് യഥാർത്ഥത്തിൽ. അതാണ്, അതിലേക്കാണ് നമ്മൾ ശാസ്ത്രത്തെ കൊണ്ടുപോകണം. നമുക്ക് കാണാൻ വേണ്ടി ഒരാവിഷ്കാരം മാത്രമായി ശിവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, അത് പ്രകൃതിയെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഉൾക്കൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശിവൻ യഥാർത്ഥത്തിൽ ആറ്റമാണ്, ഊർജമാണ്. അതുകൊണ്ടാണ് ആ ഊർജമാണെന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ശിവനെ പ്രദക്ഷിണം ചെയ്യാൻ പറ്റുമോ? മറ്റെല്ലാ ദേവന്മാരെയും പ്രദക്ഷിണം ചെയ്യാം, ശിവനെ പ്രദക്ഷിണം ചെയ്യാതെ ഓവിച്ചാൽ വരെ സൂത്രനാളമെന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ പേര്. സൂത്രനാളം വരെ എത്തിയിട്ട് തിരിച്ചു പോകണം. ആ പ്രദക്ഷിണത്തിന് പറയുന്ന പേരെന്തെന്നറിയുമോ? എന്താണ് ശിവക്ഷേത്രത്തിൽ നടക്കുന്ന പ്രദക്ഷിണത്തിന് പറയുന്ന പേര് എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
സവ്യാജ സവ്യം, സവ്യാജ സവ്യം, വ്യാജമായിട്ട് പറയുന്നത് സവ്യാജ സവ്യം. അതായത് ഇടത്തോട്ടും വലത്തോട്ടും വീണ്ടും പോവുക. ഒരിക്കലും ഓടുചാലിനെ, അതായത് സൂത്രനാളത്തെ മറികടക്കാനായിട്ട് പറ്റില്ല. എന്താണ്? അതിശക്തമായി ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്ന ആ തീർത്ഥജലം ഊർജ്ജമായി ഒഴുകുകയാണ്. അതിനെ മറികടന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ, ആറ്റത്തെ പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ ആറ്റത്തിലേക്ക് ലയിക്കുകയാണ്. ആറ്റത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താ? പിന്നെ തിരിച്ചു വരാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് ആണ് ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം വേണ്ട എന്ന് പറഞ്ഞത്. ആ ആറ്റമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ എവിടെയാണ് ധാരയുള്ളത്? ശിവനല്ലാതെ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ധാര നടക്കുന്നുണ്ടോ ആരെങ്കിലും? ഒരു ക്ഷേത്രത്തിലും ധാരയില്ല. ശിവനല്ലാതെ വേറെ എവിടെയെങ്കിലും കൂവളത്തില അഭിഷേകമായി നടത്തുന്നുണ്ടോ? ഒരു ക്ഷേത്രത്തിലുമില്ല. ശിവന്റെ ക്ഷേത്രത്തിലല്ല. കാരണം ആറ്റം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പേടകങ്ങൾ, ആറ്റം എനർജി സെന്ററിനൊക്കെ ചെന്നാൽ കാണാം ആറ്റം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പേടകങ്ങൾ എപ്പോഴും ധാര കൊടുത്ത് തണുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് സ്ഫോടനാത്മകമായാൽ ഉണ്ടാകുന്ന അപകടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ശിവലിംഗത്തിന്റെ ആകൃതിയിൽ തന്നെയാണ് ആറ്റം ശേഖരിച്ചു വെച്ചിരിക്കുന്ന പേടകങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരു വ്യത്യാസമില്ല. അത് ഇതിനേക്കാൾ കുറച്ചുകൂടി ബൃഹത്താണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശിവലിംഗം തന്നെയായിട്ടാണ് ആറ്റം പേടകങ്ങളും ഇരിക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ സിലിണ്ടർ ആകൃതിയിൽ ശിവലിംഗവും നമ്മളുണ്ടായി. ശിവൻ യഥാർത്ഥത്തിൽ ഒരു രൂപമില്ല, ശിവന്റെ ഭാവം മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ഭാവമെന്നാണ്. ലിംഗം എന്ന് പറഞ്ഞാൽ ഭാവം. പുല്ലിംഗം, സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷഭാവം, സ്ത്രീഭാവം. ഇവിടെ ശിവന്റെ ഭാവം എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ശിവന് ഭാവമില്ല, രൂപമില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ആരാധിക്കുന്ന ശിവൻ യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയുടെ മുഴുവൻ ശക്തി സ്രോതസ്സായി നിൽക്കുന്ന ഊർജത്തെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശിവനെ എപ്പോഴും ശാന്തമാക്കുവാൻ വേണ്ടി നമ്മൾ തീർത്ഥം ധാരയായി കൊടുത്തുകൊണ്ട് ഏറ്റവും വിസ്ഫോടനാത്മകമായ പ്രപഞ്ചത്തിലെ ഈ വിസ്ഫോടനാത്മകതയാണ്, ഈ തീവ്രമായിരിക്കുന്ന അതിന്റെ അസന്തുലിതാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന വിസ്ഫോടനാത്മകതയാണ് സതി ആത്മാഹൂതി ചെയ്തു കഴിഞ്ഞപ്പോൾ ശിവൻ താണ്ഡവമാടി പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മുഴുവൻ നശിപ്പിച്ചു കളയുന്ന വിധത്തിൽ ശിവൻ സംഹാര താണ്ഡവമാടി എന്ന് പറഞ്ഞിട്ടാണ് ആറ്റത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റിച്ചു എന്നാണ്. അതിനെ സംഭവം സന്തുലിതമായി സൂക്ഷിക്കേണ്ട കടമയുള്ള മനുഷ്യൻ അതിന്റെ സന്തുലിതാവസ്ഥയെ തെറ്റിച്ചപ്പോൾ പ്രകൃതികളിൽ എത്ര മനോഹരമായ ആഖ്യാനമാണ്. നമ്മൾ കഥയിൽ കൂടി ശിവനെ കാണുന്നതും തത്വത്തിൽ കൂടി ശിവനെ കാണുന്നതും തമ്മിൽ വ്യത്യാസം. അതുപോലെ കൂവളത്തിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും സമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു ഔഷധം സസ്യമാണ് കൂവളം. പിന്നെ കൂവളത്തിന്റെ എന്തെല്ലാം നമ്മൾ കൊടുക്കും? വില്യത്തിന്റെ ഗുളികയുണ്ട്, വില്യാദി ഗുളിക, പനിഗുളിക, വില്യ മുഴുവൻ ഔഷധമാണ്. വില്യത്തിന്റെ ഇല, അതായത് കൂവളത്തിന്റെ ഇല പരമാവധി സമ്മർദ്ദം കുറയ്ക്കുന്നത്. പ്രഷർ ഉള്ളവർക്ക് കൂവളത്തിനെ ചവച്ച് തിന്നാൽ മതിയെന്ന് ആയുർവേദ വൈദ്യന്മാര് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ സമ്മർദ്ദത്തെ, പ്രഷറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കൂവളത്തില ശിവന് മാല കെട്ടിത്തൂക്കുന്നത്, ചാർത്തുന്നതും. അതുപോലെ തന്നെ ഈ ഹാരം, ഈ തീർത്ഥമെപ്പോഴും ഒഴിച്ചുകൊണ്ട് നമ്മുടെ പുരാണങ്ങളിൽ ഓരോ ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നിൽ ശാസ്ത്രീയമായ സത്യമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. നമുക്കറിയാം, ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഗണപതിയുടെ മുന്നിൽ മാത്രമാണ് രണ്ടു കൈയും പരസ്പരം വിരുദ്ധമായി ചെവിയോട് ചേർത്ത് പിടിച്ച് ഏത്തമിടുക എന്ന് പറയുന്ന ഒരു ആരാധനാക്രമമാണ്. ഒരു അമ്പല ക്രിയയാണ്. അത് ഗണപതിക്ക് മാത്രമാണ്, വേറൊരു ദേവന്മാർക്കും അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ഇത് ഗണപതിക്ക് മാത്രം അങ്ങനെ ഉണ്ടായത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ആരെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ കൂടെ ഗണപതിക്ക് മാത്രമാണ് ഇങ്ങനെ ഏത്തമിടൽ എന്നുള്ളത് ചടങ്ങുകൾ.
ബാക്കി ഒരു ദേവന്മാർക്കും അതില്ല. എന്നാൽ ഗണപതിക്ക് ഒറ്റ പ്രാവശ്യം പ്രദക്ഷിണം ചെയ്താൽ മതി, സംതൃപ്തരാകും. ഏകം വിനായക എന്ന ഒറ്റ പ്രാവശ്യം ഗണപതിക്ക് പ്രദക്ഷിണം ചെയ്താൽ മതി. അത്ര മാത്രമേ പ്രസാദില്ല. പക്ഷെ ആ പ്രസാദിക്കുന്ന ഈശ്വരൻ ഏറ്റവും കൂടുതൽ നമ്മളെ നമസ്കാരം ചെയ്യിക്കുന്നത്, ഏറ്റവും കഠിനതരമായി നമസ്കാരം ചെയ്യിക്കുന്നത് ഗണപതി മാത്രമാണ്. ഗണപതി പറഞ്ഞിട്ടല്ല. അതിനൊരു കഥയുണ്ടായിരുന്നു. ഒരിക്കല് ഗണപതി ശിവനെ കാണുവാൻ, ശിവൻ മഹാദേവനാണെന്ന എല്ലാ ഈശ്വരന്മാരുടെയും ദേവനാണ്. ശിവനെ കാണുവാൻ വേണ്ടിയിട്ട് വിഷ്ണു തന്റെ ഗർഭവാഹനമേറി കൈലാസത്തിലെത്തുമ്പോൾ എപ്പോഴും എന്താണ് വിഷ്ണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധേതാണ് സുദർശനമാണ്. ആ സുദർശനത്തെ പരിപാലനമായി വളരെ ശസ്ത്രോടുകൂടി സൂക്ഷിക്കേണ്ട ബാധ്യത വിഷ്ണുവിനുള്ളതാണ്. പക്ഷേ അവിടെ എത്തി മഹാദേവനെ കണ്ടതിനുള്ള സന്തോഷവും സാഹചര്യവും എല്ലാം കൂടെ വെച്ച് ഈ സുദർശന ചക്രം ഭഗവാൻ അടുത്തുള്ള ഒരു പീഠത്തിൽ മാറ്റിവെച്ചിട്ട് ശിവനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗണപതിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു വ്യക്തി അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉപകരണം, ആയുധം മാറ്റിവെച്ച് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് സംഭാഷണത്തിൽ ഏർപ്പെടുക, അത് ഗണപതിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഗണപതി എന്ത് ചെയ്തു? ഈ സുദർശനം എടുത്തത് വിഴുങ്ങി. അവസാനം പോകാൻ സമയമായപ്പോൾ വിഷ്ണു അവിടെ എല്ലാം തിരയുകയാണ്. സുദർശന ചക്രം ഇല്ലാതെ കൊണ്ട് അവിടെ വൈകുണ്ഠത്തിൽ ചെന്നിട്ട് വിഷ്ണുവിനെ ആരംഗീകരിക്കാൻ, പിന്നെ എന്ത് വേണം വിഷ്ണുവിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? പിന്നെ ഏതെങ്കിലും ദേവന്മാർ വിഷ്ണുവിനെ സഹായിക്കുകയോ സഹായിക്കാൻ ഒന്നും വയ്യാത്ത അവസ്ഥയായി. അവസാനം ശിവനോട് പറഞ്ഞു, എന്റെ സുദർശനം കാണുന്നില്ല, നോക്ക് അവിടെ എവിടെയെങ്കിലും നോക്കുന്നത്. രണ്ടുപേരോട് നോക്കിയിട്ടും കാണുന്നില്ല. ഒടുവിൽ ഗണപതിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയുടെ നിഴലാട്ടം കണ്ടപ്പോൾ ചോദിച്ചു, വിനായക, എന്റെ സുദർശനം എടുത്ത് മാറ്റിവെച്ചിരിക്കുകയാണോ? അപ്പോഴും ഒന്നും ഉണ്ടാത്ത രീതിയിൽ, ഒന്നും അറിയാത്ത രീതിയിൽ കള്ളനെ പോലെ നിന്നു. ഒടുവില് ഗണപതിക്ക് വിഷ്ണുവിന് മനസ്സിലായി ഇത് ഇവൻ തന്നെയാണ് ഈ പണി ചെയ്തിരിക്കുന്നത് എന്ന് ബോധ്യം വന്നപ്പോൾ എന്ത് ചെയ്തു? വിഷ്ണു ഗണപതിയുടെ മുന്നിൽ നിന്ന് രണ്ട് കരങ്ങളും ചെവിയോട് ചേർത്ത് പിടിച്ച് ഏറ്റമിട്ട് നമസ്കരിച്ചു. അപ്പോഴേക്ക് ഗണപതിക്ക് എന്നുള്ള ചിരിയാണ് വന്നത്. ഈ ചിരിയിൽ സുദർശനം ഛർദ്ദിച്ചു പുറത്തു വരികയാണ്. ഇദ്ദേഹത്തിന് കിട്ടിയപാടെ കഴിയുന്നതും ചെയ്യാതെ വിഷ്ണു അപ്പോഴേ അവിടെ നിന്ന് സ്ഥലം വിടാൻ തയ്യാറായി. ഇത് വിഷ്ണു ഒരു കാര്യം ഉപദേശിച്ചു കൊടുത്തു, ഇതിന്റെ മൂർച്ച ചെറുതല്ലോ, സുദർശനത്തിന്റെ മൂർച്ച ചെറുതന്നെ, ചെല്ലുന്ന മാത്രയിൽ തന്നെ ഏത് ശക്തന്റെയും കണ്ഠം അറത്തു പോകുന്നതാണ്. അപ്പൊ മുറിവ് കണ്ഠത്തിൽ ഒരുപാട് ഉണ്ടായി കാണും. അത് കഴിയുവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഔഷധം കൂടെ പറഞ്ഞു തരാം. നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ പശുക്കള് ചവിട്ടിയരച്ച് കളയുന്ന കറിയുണ്ടല്ലോ, ആ കറി എടുത്ത് മാന കെട്ടും അരച്ച് ചതച്ചരച്ച് കഴിച്ചാൽ മതി, ഈ മുറിവാടുകളൊക്കെ അത് മാറിക്കൊള്ളും എന്ന് വിഷ്ണു ഭഗവാൻ ഉപദേശിച്ചു. കറിയുടെ സിദ്ധി അതാണ്. കറ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് നല്ല ശുദ്ധമായ വെള്ളയിൽ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏത് മുറിവിലും അത് പ്രയോഗിച്ചാൽ പെട്ടെന്ന് മുറിവ് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരമാർത്ഥം. കാര്യം ഞങ്ങളൊക്കെ ആയുർവേദ ചികിത്സാ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നവരായിരുന്നു. എന്റെ അച്ഛൻ ആയുർവേദ വൈദ്യനുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ എല്ലാം സിദ്ധി വളരെ കൃത്യമായിട്ടുണ്ട്. കറുകനീര്, ശുദ്ധമായ കറുകനീര് ഇടിച്ചു പിഴിഞ്ഞ് നല്ല ശുദ്ധമായ വെണ്ണയിൽ വറ്റിച്ചെടുത്ത് നെടും പരുവത്തിലാക്കിയിട്ട് അത് വെറുനാടുകളിലും കരപ്പനും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്. എത്ര ശാസ്ത്രീയമായ വൈദ്യശാസ്ത്രമാണ് നമ്മുടെ മുന്നിൽ ആ ഒരു കഥയിൽ കൂടി അവതരിപ്പിച്ചത്. അങ്ങനെയാണ് ഗണപതിയുടെ മുന്നിൽ ഏറ്റമിട്ടാൽ എല്ലാം മറന്ന് ഗണപതി ചിരിക്കുമെന്നും ചിരിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തു വരുമെന്നും, അങ്ങനെ നമുക്ക് നന്മ വരുമോ തിന്മ വരുമോ എന്നുള്ളതല്ല, നന്മയെ വരൂ എന്ന് ചിരികൊണ്ട് അറിയാമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഗണപതിയുടെ മുന്നിൽ ഏറ്റമിടാനായിട്ട് ആളുകൾ തയ്യാറായി. എത്ര രസകരമായ കഥയിൽ കൂടിയാണ് കാര്യങ്ങൾ. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് അതിരഹസ്യമായ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു സാഹചര്യം കൂടി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആരംഭിക്കുന്ന ഓരോ ആചാരങ്ങളുടെയും പിന്നില് ഓരോ കഥകളും ഇപ്പൊ തന്നെ അറിയാം. ഇപ്പൊ കഴിഞ്ഞ മാസത്തില് നമ്മുടെ കേരളത്തിൽ പോലും വിനായകോത്സവം, ഗണേശോത്സവം, കേരളത്തിൽ ഗണേശോത്സവം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. കുറച്ചു കാലങ്ങളായിട്ട് ഭാരതത്തെ മുഴുവൻ ഒരു ധാരയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ആചാരങ്ങളും നമ്മുടെ നാട്ടിലേക്കും കടത്തിക്കൊണ്ടുവരികയാണ്.
ഗണേശോത്സവം നടത്തുമ്പോൾ ഗണേശന്റെ വിഗ്രഹം വെച്ച് പൂജിച്ച് അതിനെ കുറച്ച് ദിവസം 3 ദിവസമോ 15 ദിവസമോ കഴിയുമ്പോൾ കൊണ്ടുപോയി നിമജ്ജനം ചെയ്ത് കളയുക എന്നുള്ളതാണ് ഗണേശോത്സവത്തിന്റെ പ്രധാനം. ഇത് നമ്മുടെ ആചാരമേ ആയിരുന്നില്ല, ഇത് മഹാരാഷ്ട്രക്കാരുടെ ആചാരമായിരുന്നു. അവിടെയായിരുന്നു ഗണേശോത്സവം കൂടുതലായി നടന്നിരുന്നത്. ഏതായാലും ആ കഥയുടെ പിന്നിൽ ഉണ്ടായിരുന്ന കാര്യം, ഗണേശോത്സവം നടത്തുന്നതിന്റെ പിന്നിലെ കഥയുടെ കാര്യം, പാർവതിക്ക് ശിവനെ ഭർത്താവായി കിട്ടണമെന്നുള്ള അമിതമായ ആഗ്രഹം. പാർവതി ശിവനെ കൂടാതെ സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ ഹിമവാനോട് തന്റെ ഇംഗിതം പറയുകയും ഹിമവാനാണ്, അച്ഛനായിരിക്കുന്ന ഹിമവാനാണ് പാർവതിക്ക് ഗണേശനെ പൂജിക്കാൻ, ഗണേശ പൂജ ചെയ്യാനായി നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ 15 നാളുകൾ പാർവതി ആഹാരവിഹാരങ്ങളെല്ലാം വിളിഞ്ഞു നടത്തിയ തീവ്രമായ തപസ് പോലെയുള്ള ഗണേശ പൂജ. ആ 15ാം ദിവസം ഗണേശന്റെ വിഗ്രഹത്തെ നദിയിൽ ഒഴുക്കിക്കളഞ്ഞ് പാർവതി നിർവൃതിക്കൊണ്ടു. അതിനുശേഷമാണ് ശിവനെ പാർവതിക്ക് ഭർത്താവായി ലഭിച്ചത് എന്നാണ്. അതിന്റെ ആ കഥയുടെ മറ പിടിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രക്കാര് ഇന്നും ഗണേശോത്സവം നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ആചരിച്ചതും അത് ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ ഓരോ വിധത്തിൽ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും എല്ലാം പിന്നിൽ കുറച്ച് പരമാർത്ഥങ്ങളുണ്ട്, കുറച്ച് സത്യങ്ങളുണ്ട്, കുറച്ച് ശാസ്ത്രീയതയും നിലനിൽക്കുന്നു. ഈ ശാസ്ത്രീയതയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ വേദികളിൽ കൂടുതൽ അറിവ് സമ്പാദിച്ച് നമ്മുടെ ധർമ്മത്തിന്റെ ധാരയിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള, അതിൽ നിന്ന് അചഞ്ചലമായി മാറ്റമില്ലാതെ നിൽക്കുവാനുള്ള കൽപ്പാണ് നമുക്കുണ്ടാകേണ്ടത്. 100 വർഷക്കാലം നമ്മൾ ഇങ്ങനെ നടന്നിട്ട് കർമ്മമില്ലാത്ത പ്രാർത്ഥനയുമായി നടന്നിട്ട് ഒരു കാര്യമില്ല. കർമ്മങ്ങൾക്ക് മാത്രമേ ഫലമുണ്ടാകുള്ളൂ, കർമ്മമില്ലാതെ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവും ഉണ്ടാകുകയില്ല എന്നാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് 12 വർഷമായിട്ടും പ്രസവിച്ചില്ല. 12 വർഷമായും പ്രസവിക്കാതെ തന്നെ അവൾ പല വീടുകളിലും കൂലിപ്പണിയെടുത്ത് അടുക്കള ജോലികൾ ചെയ്ത് കഴിയുകയായിരുന്നു. അങ്ങനെ അവൾ വീട്ടുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വീട്ടില് സാവിത്രി എന്നാണ് ഈ പ്രസവിക്കാതിരുന്നവരുടെ പേര്. അവളുടെ യഥാകുമാരി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ, ആശുപത്രിയിലെത്തി 2-3 ദിവസം അവൾ ആശുപത്രിയിൽ കിടന്നു പ്രസവത്തിന് വേണ്ടി. അപ്പൊ അടുത്ത കട്ടിൽ ഇവളും കിടന്നു, സാവിത്രിയും കിടന്നു, ലതാകുമാരിക്കൊപ്പം അടുത്ത കട്ടിലാണ്. 4ാം ദിവസം ലതാകുമാരിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. വാതുക്കൾ നിന്നുകൊള്ളണമെന്ന് നേഴ്സ് സാവിത്രി വാതുക്കൾ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ലേബർ റൂമിൽ കരച്ചിൽ, കുഞ്ഞിന്റെ കരച്ചില, കൊച്ചു കുഞ്ഞിന്റെ കരച്ചില. അത് കഴിഞ്ഞപ്പോൾ കൊച്ചുകുഞ്ഞിന്റെ കരച്ചിലില്ല, ലതാകുമാരിയുടെയും കരച്ചിൽ കേട്ടു, പ്രസവ വേദന കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഭാഗവതത്തിൽ പറയുന്നത്, ഗർഭക കരകരണ പ്രയോഗങ്ങളാൽ ഗർഭിണി തനിക്കുള്ളിൽ വേദനയുണ്ടെന്നാലും മത്സ്യതൻ പുനരുടെ ഉത്ഭവിച്ചിടുന്നത്. മത്സരം മാതാവിനുണ്ടാകുകയില്ലല്ലോ. പ്രസവിക്കുന്നതിന് അപാരമായ വേദന എന്നാണ് കേട്ടിരിക്കുന്നത്. അതിന് പരമാർത്ഥവും ഇങ്ങനെ പ്രസവ വേദന കൊണ്ട് ലതാകുമാരി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സ് പുറത്തേക്ക് വാതിൽ തുറന്നിറങ്ങി വന്ന് സാവിത്രിയോട് പറഞ്ഞു, പെട്ടെന്ന് പോയി ഒരു സോപ്പും ഒരു കുട്ടിയോടൊപ്പം ഒരു പൗഡറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം, ലതാകുമാരി അല്ലേ നിങ്ങളുടെ ആള് പ്രസവിച്ചു. നിങ്ങൾ പെട്ടെന്ന് പോയി സോപ്പും ഉടുപ്പും പൗഡറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു നേഴ്സിന്റെ. അത് കഴിഞ്ഞിട്ട് ലതാകുമാരി എന്തെങ്കിലും അറിയുമോ, ഈ സാവിത്രി ലതാകുമാരി കിടന്നിരുന്ന കത്തിൽ പാലില്ലാതെ കിടക്കുക. അതിലേക്ക് കയറിയും കിടന്ന് തുറക്കെ കരയാൻ തുടങ്ങി. അടുത്ത് കിടന്ന രോഗികളെല്ലാം ചോദിച്ചു, എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇവിടെ കിടന്നിരുന്ന ആളെന്ത്? അവളല്ല, ഇവിടെ പ്രസവിക്കാനായിട്ട് പ്രസവം മുറിയിൽ കൊണ്ടുപോയി ലേബർ റൂമിൽ കൊണ്ടുപോയിരിക്കണം, എന്തിനാ കരയുന്നത്? ഇവിടെ കിടന്ന ഞാൻ കൊണ്ടുവന്ന കുട്ടിയുണ്ടല്ലോ,
അവള് ലത അവള് പ്രസവിച്ചു. കരഞ്ഞപ്പോഴാണ് പ്രസവിച്ചത്. അതുകൊണ്ട് ഞാനും കരയുകയാണ്. കരഞ്ഞാൽ പ്രസവിക്കും, കരഞ്ഞാൽ പ്രസവിക്കുമെന്നാണ് അവർ ധരിച്ചത്. കരഞ്ഞതുകൊണ്ടാണോ പ്രസവിച്ചത്? ഗർഭധാരണയും കണ്ടാൽ, ഗർഭാധാനം എന്ന് പറഞ്ഞാൽ ഗർഭം ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഗർഭധാരണം എന്ന് പറഞ്ഞാൽ, ഗർഭധാരണം എന്ന് പറഞ്ഞാൽ അതിനെ ധരിക്കുക. ഇത് രണ്ടും കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രസവം നടക്കുന്നു. ഇത് രണ്ടുമില്ലാത്ത സാവിത്രി കരഞ്ഞാൽ പ്രസവിക്കുന്നു. അവിടെ എന്താണ് സൂചിപ്പിച്ചത്? കർമ്മം. ഇതിന്റെ പിന്നിൽ ഒരു കർമ്മം നടന്നു. ആ കർമ്മം സാവിത്രിക്ക് ഇല്ലാതെ പോയതിന്റെ ഫലമായി പ്രസവിക്കുന്നില്ല. അതുകൊണ്ട് മറ്റൊരാൾ ആ കർമ്മം ചെയ്തപ്പോൾ, കർമ്മത്തിന്റെ പരിണഫലമായി ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ, കുഞ്ഞിനെ കിട്ടുന്ന സമയത്ത് പ്രസവവേദന കൊണ്ട് കരഞ്ഞുപോയെങ്കിൽ കരഞ്ഞാൽ നമുക്കും പ്രസവിക്കാൻ പറ്റുമോ? നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള, സനാതനരായിരിക്കുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ഈശ്വര വിശ്വാസത്തിന്റെ പ്രശ്നവും ഇത് തന്നെയാണ്. നമ്മൾ കർമ്മം ചെയ്യുന്നില്ല. അതായത് ഹരിപ്പാട്ട് ടൗണിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ATM-ലെല്ലാം ആളുകൾ കാർഡുമായിട്ട് നിന്ന് പണം എടുത്തുകൊണ്ട് പോവുകയാണ്. വോട്ട് കുത്തുന്നു, 10,000, 25,000, 15,000 ഊരി എടുത്തുകൊണ്ട് വരുന്നു. ഇത് കണ്ടുകൊണ്ട് ട്രസ്റ്റിലേക്ക് പോകാനിറങ്ങി ഒരാൾ അയകയിലിരുന്ന OP കാർഡ് ATM-ന്റെ ദ്വാരത്തിലേക്ക് കുത്തിയാൽ കാശ് വരും. മറ്റവൻ ബാങ്കിൽ പണം ഇട്ടിട്ടുണ്ട്. ATM-ന്റെ ദ്വാരത്തിൽ ഇട്ടപ്പോൾ അവന്റെ ATM കാർഡിൽ പണം കിടപ്പുണ്ട്. അവൻ കർമ്മം ചെയ്തു, ബാങ്കിൽ നിക്ഷേപിച്ചു. ആ നിക്ഷേപം കൊണ്ടാണ് ATM കാർഡിന്റെ പണം വന്നത്. ട്രസ്റ്റിന്റെ OP കാർഡും അതുപോലെ തന്നെ ഇരിക്കുന്നു. അതങ്ങോട്ട് കുത്തിയാൽ രൂപ വരത്തില്ല. അപ്പോ നമ്മളും ചിന്തിക്കേണ്ടതാണ്, കർമ്മം കൊണ്ട് മാത്രമേ നമുക്ക് ഈശ്വര കാരുണ്യം ഉണ്ടാകുന്നു. കർമ്മം ചെയ്യാതെ കൊണ്ട്, അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞ കർമ്മണ്യേവ അധികാരസ്തി മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർമാദി സംഭോസ്തി. നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നത്, നിന്നോട് ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അച്ഛൻ ഭാര്യയെ സംരക്ഷിക്കണം, ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം, ഭാര്യ മക്കളെ പ്രസവിക്കണം, മക്കളെ വളർത്തണം, അവരെ സംരക്ഷിക്കണം, വലുതാക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് അവർക്ക് പ്രയോജനം ഉണ്ടാകൂ. അതല്ലാതെ തന്നെ അച്ഛനാണ് എന്ന് പറഞ്ഞു നടന്നാൽ ആരംഗീകരിക്കും? അമ്മ ഒരിക്കലും മകനെ വിട്ടുപിരിയുന്നില്ല. ജീവിതകാലം മുഴുവൻ അമ്മ കൂടെ കൊണ്ടുവന്ന് പരിഹരിക്കുകയാണ്. അച്ഛനോ ചിലപ്പോൾ 3-ാം മാസം തലം വിട്ടുകളെ, പിന്നെ ആളിനെ കാണുകയില്ല. ഞാനിങ്ങനെ ഉത്തർപ്രദേശിലെത്തിയപ്പോൾ അവിടെ എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയെ കാണാൻ ഇടയായി. ഒരു മകനേ ഉള്ളൂ. അവന് 12 ലക്ഷം രൂപ ശമ്പളം, ഭാര്യയ്ക്ക് 9 ലക്ഷം രൂപ ശമ്പളം, 21 ലക്ഷം രൂപ ഒരു മാസം ശമ്പളമായിട്ട് കിട്ടുക. അച്ഛനെ അവൻ കണ്ടിട്ടേ ഇല്ല. അവൻ 3 മാസം ഗർഭമുള്ളപ്പോൾ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്. അപ്പൊ അവന്റെ ജീവിതം. പക്ഷെ ഇയാൾ പിന്നെ പറഞ്ഞു, അച്ഛനെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ആരെ കാണാനാണ്, എന്തിന് കാണാനാണ്? അപ്പൊ കർമ്മം ചെയ്യാത്തിടത്തോളം കാലം അതിന്റെ ഫലം അനുഭവിക്കുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അതുകൊണ്ട് ഇതെല്ലാം ഈ ജ്ഞാനം കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് കർമ്മങ്ങളാണ്, നമ്മുടെ പ്രവർത്തികളാണ്. കർമ്മം കൊണ്ട് മാത്രമേ നമുക്ക് അനുഭവം ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് ഭൂദാനം പറഞ്ഞത്, കർമ്മങ്ങൾക്ക് വിളഭൂമിയാകിയ പുണ്യഭൂമി ഈ ദേശം അറിഞ്ഞാലും. ഇത് കർമ്മം ചെയ്യുവാനുള്ള ഭൂമിയാണ്. ഇവിടെ വന്നിരിക്കുന്നത് ശതകോടി ജന്മങ്ങളിൽ ചെയ്ത സുഹൃതത്തിന്റെ ഫലമായിട്ടാണ് മനുഷ്യനായിട്ട് നമുക്ക് ജനിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചത്. ആരാണ് പറഞ്ഞത്? ശങ്കരാചാര്യ സ്വാമിയുടെ ഏക ചൂടാമണി എന്ന് പറയുന്ന മഹദ്ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ ശ്ലോകം അതാണ്. ജന്തുവിനാം നരജന്മ ദുർലഭ മതപുഷ്പം തതോ വിസ്തൃത തസ്മാത് ദൈവിക കർമ്മമാർഗപരതാ വിദ്വത്വമസ്മാത്പരം ആത്മാനാത്മവിവേചനം സ്വാനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതം മുക്തിർമ്മ ശതകോടി ജന്മസുഹൃതി മുക്തി എന്ന് പറയുന്നത് ശതകോടി ജന്മങ്ങളിൽ ചെയ്ത സുഹൃതത്തിന്റെ ഫലമായി ലഭിക്കുന്നതാണ്. അതാണ് ഭൂദാനം പാടിയത്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര തന്നെ പിറന്നു മനുഷ്യന്, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും
എത്ര ജന്മം മനത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മൺമരങ്ങളായി നിന്നതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി എന്നൊക്കെ പറയുന്ന പൂന്താനത്തിന്റെ ആണല്ലോ. അത് മനുഷ്യജന്മത്തിന്റെ മുൻപുണ്ടായിരുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ശ്രേഷ്ഠമായ മനുഷ്യനായി നമുക്ക് അവസരം ലഭിച്ചു. ഇപ്പൊ നമുക്കെല്ലാം ഒരു പേരുണ്ട്. സരസമ്മ, ലളിതമ്മ, പൊന്നമ്മ, കുഞ്ഞമ്മ, സാവിത്രിയമ്മ, രുക്മിണിയമ്മ, ഭാരതിയമ്മ, ഭഗവതിയമ്മ എന്നൊക്കെ ഓരോരുത്തർക്കും പേരുണ്ട്.